بسم الله الرحمن الرحيم. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി ബിസ്മില്ലാഹി അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇരുട്ടുകളിലേക്ക് ക്ഷണിക്കുന്ന നവീന മാർഗങ്ങൾ എന്നുള്ള വിഷയത്തെക്കുറിച്ച് സംസാരിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. എൻ്റെ വിഷയത്തിലേക്ക് കടക്കുന്നതിന് വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളോട് പറഞ്ഞ ഒരു അധ്യാപനം മുമ്പിൽ വെച്ചുകൊണ്ട് നേരിട്ട് വിഷയത്തിലേക്ക് കടക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നിലത്ത് ഒരു നേർരേഖ വരക്കുകയാണ്. പിന്നീട് അതിൽ വലത്തോട്ടും ഇടത്തോട്ടുമായി കുറച്ച് രേഖകൾ വരച്ചുകൊണ്ട് മധ്യത്തിലെ നേർരേഖയിലേക്ക് കൈവച്ചുകൊണ്ട് അവിടെ നിന്ന് ഓതുകയാണ്, വഅന്ന ഹാദാ സിറാത്തി മുസ്തഖീമ ഫത്തബിഉഹു വലാ തത്തബിഉസ് സുബുൽ ഫതഫറഖ ബികും അൻ സബീലി. ഇതാണ് എൻ്റെ നേരായ പാത, നിങ്ങളത് പിൻപറ്റണം. മറ്റു മാർഗങ്ങൾ നിങ്ങൾ പിൻപറ്റരുത്. ആ മാർഗങ്ങളൊക്കെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്ന് നിങ്ങളെ ചിതറിച്ചു കളയും എന്നതാണ് ഈ ആയത്തിൻ്റെ അർത്ഥം. സഹോദരങ്ങളെ, ഹദീസ് ഗ്രന്ഥങ്ങളിൽ വന്നിട്ടുള്ള ഈ ഹദീസ് മൻഹജുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ സംസാരിക്കുന്നതിന് വേണ്ടി പണ്ഡിതന്മാർ സാധാരണ ഉദ്ധരിക്കാറുള്ളതാണ്. അതായത് നമ്മുടെ സിറാത്തുൽ മുസ്തഖീം എന്ന് പറയുന്നത് അത് ഒന്ന് മാത്രമേ ഉള്ളൂ. ആ സിറാത്തുൽ മുസ്തഖീമിൽ നിന്ന് വഴിതെറ്റിക്കുന്ന ധാരാളക്കണക്കിന് വഴികൾ നമ്മുടെ ചുറ്റുഭാഗങ്ങളിലും ഉണ്ട് എന്ന് തെളിയിക്കുന്നതിന് വേണ്ടി, ആ ഒരൊറ്റ മാർഗത്തിലേക്ക് ക്ഷണിക്കുന്നതിന് വേണ്ടി പലപ്പോഴും പണ്ഡിതന്മാർ ഉദ്ധരിക്കാറുള്ള ഒരു ഹദീസും ആയത്തുമാണ് ഇത് എന്ന് ആമുഖമായി നമ്മൾ മനസ്സിലാക്കണം. എന്നാൽ ഹദീസിൽ ഈ ആയത്ത് പറഞ്ഞ് അവസാനിക്കുന്നിടത്ത് നിർത്തുകയല്ല. യഥാർത്ഥത്തിൽ ഈ ആയത്തിന്റെ ശേഷം എന്താ പറയുന്നത്? അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ദാലികും വസ്വാകും ബിഹി ലഅല്ലകും തത്തഖൂൻ. അതൊക്കെ നിങ്ങൾ സൂക്ഷ്മത പാലിക്കുവാൻ വേണ്ടി അവൻ നിങ്ങളോട് കൽപ്പിക്കുന്ന വസിയത്താണ് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അതായത് ഇത് അള്ളാഹുവിൻ്റെ വസിയത്തായിട്ടുള്ള ഒരു വിഷയമാണ്. നമ്മൾ സിറാത്തുൽ മുസ്തഖീമിലൂടെ മാത്രം നമ്മൾ ചലിക്കുക എന്ന് പറയുന്നത്, അതിൽ നിന്ന് മറ്റു വഴിതെറ്റിക്കുന്ന മാർഗങ്ങളൊക്കെ ഉണ്ട്. ആ മാർഗങ്ങളിലേക്കൊന്നും നമ്മൾ പ്രവേശിക്കാൻ പാടില്ല എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുള്ള വസിയത്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. സഹോദരങ്ങളെ, നമ്മളൊന്ന് ചിന്തിച്ചു നോക്കൂ. നമ്മളുടെ ചുറ്റുഭാഗങ്ങളിൽ മതവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട്, ഇസ്ലാമുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ധാരാളം ആളുകൾ നമ്മളെ ക്ഷണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ എൻ്റെ മുമ്പിലിരിക്കുന്ന ഓരോ ആളുകളോടും അവരുടെ അനുഭവം ചോദിച്ചു കഴിഞ്ഞാൽ ഇരുട്ടുകളിലേക്ക് ക്ഷണിക്കുന്ന, സിറാത്തുൽ മുസ്തഖീമിൽ നിന്നും വഴിതെറ്റിക്കുന്ന, പ്രേരണ നൽകുന്ന വഴികൾ, ഉദാഹരണങ്ങൾ പറയാൻ വേണ്ടി ഞാൻ ആവശ്യപ്പെട്ടു കഴിഞ്ഞാൽ എൻ്റെ മുമ്പിലിരിക്കുന്ന സഹോദരങ്ങൾ എല്ലാവരും ഓരോരോ ഉദാഹരണങ്ങൾ നമ്മളുടെ മുമ്പിലേക്ക് കാണിച്ചു തരാൻ സാധിക്കും. ഇന്ന വ്യക്തി ഈ രൂപത്തിൽ പറയുന്നു, ഖുർആനിൻ്റെയോ ഹദീസുകളുടെയോ ഒരടിസ്ഥാനവും ആ വിഷയത്തിൽ ഇല്ല എന്നുള്ളത് കാണിച്ചുകൊണ്ട് നമ്മളുടെ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരുപാട് വ്യതിയാനങ്ങൾ, സിറാത്തുൽ മുസ്തഖീമിൽ നിന്നും തെറ്റിച്ചു കളയുന്ന ധാരാളക്കണക്കിന് ഉദാഹരണങ്ങൾ നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. പക്ഷേ നമുക്കൊരു ധാരണയുണ്ട്, നമ്മളൊക്കെ തൗഹീദ് ഉൾക്കൊണ്ടിട്ടുള്ള ആളുകളാണ്, നമ്മളൊക്കെ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ വക്താക്കളാണ്. അതുകൊണ്ട് ഈ തൗഹീദിന്റെ മാർഗത്തിൽ നിന്ന് വഴിതെറ്റിച്ചു കളയുവാൻ സാധിക്കുകയില്ല എന്നുള്ള ചെറിയ രൂപത്തിലുള്ള ഒരു അഹന്ത നമ്മളിൽ പിടിപെട്ടിട്ടുണ്ട് എങ്കിൽ സഹോദരങ്ങളെ, അത് തിരുത്തപ്പെടേണ്ടതാണ് എന്ന് ആദ്യമായിട്ട് ഓർമ്മപ്പെടുത്തുകയാണ്. കാരണം നമ്മുടെ പൂർവികരായിട്ടുള്ള ആളുകളൊന്നും ഈ രൂപത്തിലല്ലായിരുന്നു. അവർ ദീനുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ വല്ല വ്യതിയാനങ്ങളും കടന്നു വരുമോ എന്നുള്ളതിനെക്കുറിച്ച് ആശങ്കയുണ്ടായിരുന്നു അവർക്കൊക്കെ. അവരൊക്കെ ആ വിഷയത്തിൽ വല്ലാതെ പേടിച്ചിരുന്ന ആളുകളായിരുന്നു. സ്വഹാബികളും താബിഈങ്ങളും തബഉ താബിഈങ്ങളും ഒക്കെ ആയിട്ടുള്ള ആളുകൾ നന്നായിട്ട് പേടിച്ച് ജീവിച്ച ആളുകളാണ്. എന്തിനാ? ഈ ദീനിൽ നിന്ന് തെറ്റിച്ചു കളയുക എന്ന് പറയുന്നത് അത് ഫിത്നയാണ്. ആ ഫിത്നയിൽ ഞാൻ അകപ്പെടുമോ, എൻ്റെ മതവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ വല്ല ഫിത്നയും എനിക്കുണ്ടാകുമോ എന്നുള്ള ഒരു ഭയപ്പാട് പൂർവ്വകാലത്തുള്ള സലഫുകൾക്കൊക്കെ നമുക്ക് അവരുടെ ചരിത്രം വായിക്കുമ്പോൾ നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്ന ഒരു വിഷയമാണ്.
അവരൊക്കെ നന്നായിട്ട് അതുകൊണ്ട് തന്നെ സൂക്ഷ്മത പാലിച്ചിട്ടുണ്ട്. അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ നേർക്കുനേരെ കണ്ട ആളുകളാണ്. അതല്ലെങ്കിൽ സ്വഹാബത്തിനെ നേർക്കുനേരെ കണ്ട ആളുകളാണ്. നമ്മളെക്കാളും മതത്തെക്കുറിച്ച് അവബോധമുള്ള ആളുകൾ, നമ്മളെക്കാളും ഈമാൻ പ്രകടിപ്പിച്ചിട്ടുള്ള ആളുകൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല തൃപ്തിപ്പെട്ട ആളുകൾ. ഒന്ന് ആലോചിച്ച് നോക്കിയേ, അവരാ ഭയപ്പെടുന്നത്, അവരാണ് ഈ വിഷയത്തിൽ സൂക്ഷ്മത കാണിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അവിടെ ആ സഹോദരങ്ങളെ, നമുക്ക് പൂർവികരായിട്ടുള്ള ആളുകളെ പിൻപറ്റേണ്ട, അവരുടെ മൻഹജിനെ സ്വീകരിക്കേണ്ട ഒരു വിഷയം കടന്നു വരുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. പണ്ഡിതന്മാർ ഉദ്ധരിക്കാറുണ്ട്, ശുറൈ അൽ ഖാലി റഹിമഹുല്ല, അദ്ദേഹവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പണ്ഡിതന്മാര് ഒരു ഉദാഹരണം പറയാറുണ്ട്. ആരാ ഈ ശുറൈ അൽ ഖാലി? അദ്ദേഹം യമനിൽ ജനിച്ച ആദ്യ കാലഘട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ ഇസ്ലാം സ്വീകരിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. പക്ഷെ അദ്ദേഹം സ്വഹാബിയല്ല. കാരണം യമൻകാരനായ ഈ വ്യക്തിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നേരിൽ കാണാനുള്ള ഒരു സൗഭാഗ്യം ഉണ്ടായില്ല. അതുകൊണ്ട് അദ്ദേഹം താബിഈങ്ങളിൽപ്പെട്ട ഒരു ഉയർന്ന സീനിയർ ആയിട്ടുള്ള വലിയ പണ്ഡിതനായിക്കൊണ്ടാണ് ഇസ്ലാമിക ലോകം അദ്ദേഹത്തെ പരിചയപ്പെടുത്തുന്നത്. ഇമാം ദഹബി റഹിമഹുല്ല സിയർ അലാമുൽ നുബലായിൽ അദ്ദേഹത്തിന്റെ ചരിത്രം പറയുമ്പോൾ ഒരു സംഗതി വിശദീകരിക്കുന്നുണ്ട്. അദ്ദേഹത്തെ കുറിച്ച് കൊണ്ടുള്ള മൊത്തത്തിൽ ആരാണ് അദ്ദേഹം എന്നുള്ളതിനെ കുറിച്ചുള്ള ചിത്രം കാണുമ്പോൾ തന്നെ സഹോദരങ്ങളെ, 110ഓളം വയസ്സുവരെ അദ്ദേഹം ജീവിച്ചിട്ടുണ്ട് എന്ന ആ മാർഗത്തിലൊക്കെ അദ്ദേഹം ഇസ്ലാമിന് ഒരുപാട് സേവനങ്ങൾ നൽകിയിട്ടുണ്ട്. അദ്ദേഹം കൂഫയിൽ 60 വർഷത്തോളം ഖാദിയായിക്കൊണ്ട് അദ്ദേഹം സേവനം അനുഷ്ഠിച്ചു എന്ന 60 വർഷത്തോളം. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ശിഷ്യനായിരുന്നു, അലി റളിയല്ലാഹു അൻഹുവിന്റെ ശിഷ്യനായിരുന്നു. ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ ഖാദിയായിക്കൊണ്ട് കൂഫയിൽ നിയോഗിച്ചതിന് ശേഷം 60 വർഷത്തോളം അദ്ദേഹം ആ സേവനം അനുഷ്ഠിച്ചു എന്നാണ്. ഒന്ന് ആലോചിച്ച് നോക്ക്, 60 വർഷത്തോളം അദ്ദേഹം ആ മേഖലയിൽ സേവനം അനുഷ്ഠിച്ചത് കൊണ്ടാണ് അദ്ദേഹത്തിന് അൽ ഖാദി എന്നുള്ള ഒരു വിളിപ്പേര് തന്നെ കിട്ടിയത്. ശുറൈഹ് അൽ ഖാദി എന്ന പേരിലാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. അദ്ദേഹത്തിന്റെ കുടുംബ പേരല്ല അൽ ഖാദി എന്നുള്ളത്, അദ്ദേഹത്തിന്റെ ഒരു സ്ഥാനപ്പേരായിക്കൊണ്ട് ആളുകൾ അദ്ദേഹത്തെ വിളിച്ചതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അദ്ദേഹം കൂഫയിൽ കഴിയുന്ന കാലഘട്ടത്തിൽ സഹോദരങ്ങളെ, ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലേക്കൊക്കെ പോയിക്കൊണ്ട് ജനങ്ങൾ ദീൻ പഠിക്കാൻ വേണ്ടിയിട്ട്, ഖുർആൻ പഠിക്കാൻ വേണ്ടി, തഫ്സീർ പഠിക്കാൻ വേണ്ടി പോകുമ്പോൾ വളരെ അപൂർവമായിക്കൊണ്ടാണ് ശുറൈ അൽ ഖാദി റഹിമഹുല്ല ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കിലേക്ക് പോകേണ്ടി വരുന്ന ആവശ്യമുണ്ടായിട്ടുള്ളൂ എന്ന്. കാരണം അദ്ദേഹം മതപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ സ്വായത്തമാക്കിയിട്ടുണ്ട്. എവിടെ നിന്ന്? ഉമർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന്, അലി റളിയല്ലാഹു അൻഹുവിൽ നിന്നൊക്കെ പഠിച്ച് മനസ്സിലാക്കിയിട്ടുള്ള വ്യക്തിത്വമായിരുന്നു. അദ്ദേഹത്തിന്റെ ഖാദിയുമായി ബന്ധപ്പെട്ടുകൊണ്ട്, അദ്ദേഹത്തിന്റെ കഥാവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയം പണ്ഡിതന്മാര് ചർച്ച ചെയ്യുമ്പോൾ അങ്ങേയറ്റത്തെ സൂക്ഷ്മത കാണിച്ചിരുന്ന ഒരു പണ്ഡിതനായിക്കൊണ്ടാണ് ശുറൈ അൽ ഖാദി റഹിമഹുല്ലയെ ചരിത്രം സാക്ഷ്യപ്പെടുത്തുന്നത്. അദ്ദേഹം പറയാണ്, എനിക്ക് എന്തെങ്കിലും ഒരു മുസീബത്ത് സംഭവിച്ചു കഴിഞ്ഞാൽ, എനിക്ക് എന്തെങ്കിലും ഒരു ആപത്ത് സംഭവിച്ചു കഴിഞ്ഞാൽ ഞാൻ 4 തവണ അള്ളാഹുവിനെ സ്തുതിക്കാറുണ്ടായിരുന്നു എന്ന. 4 തവണ അള്ളാഹുവിനെ ഖാദി സ്തുതിക്കുമെന്ന ശുറൈഹ് അൽ ഖാദി റഹിമഹുല്ല. ആ 4 സംഭവം എന്നിട്ട് പറയുന്നത് എന്താ? എനിക്ക് ഇപ്പോൾ ബാധിച്ചതിനേക്കാൾ വലിയ ഒരു മുസീബത്ത് എനിക്ക് ബാധിച്ചിട്ടില്ലല്ലോ എന്നുള്ള ഒരു ആശ്വാസത്തോടു കൂടിയ ഒന്നാമത്തെ ഹംദ്, അൽഹംദുലില്ലാ എന്ന് അദ്ദേഹം പറയുന്നത്. ഇതിനേക്കാളും എത്രയോ വലിയ മുസീബത്തുകൾ ആളുകൾ കേൾക്കുന്നുണ്ട്, അതൊന്നും എന്നെ ഏൽറ്റിട്ടില്ലല്ലോ, അതുകൊണ്ട് എനിക്ക് ഈ ഒരു മുസീബത്തല്ലേ ഏൽക്കേണ്ടി വന്നിട്ടുള്ളൂ എന്നുള്ളത് ആലോചിച്ചുകൊണ്ട് അദ്ദേഹം അൽഹംദുലില്ലാ എന്ന് പറയാറുണ്ട് എന്ന്. ഇനി രണ്ടാമത്തെ വിഷയം സ്വബറിന്റെ പേരിലാണ്. എനിക്ക് ഏറ്റ ഒരു മുസീബത്ത്, ആ മുസീബത്തിൽ എനിക്ക് ക്ഷമിക്കുവാൻ വേണ്ടി സാധിച്ചു എന്നുള്ളത്, അതിന് അള്ളാഹുവോട് സ്തുതിക്കുകയാണ്, ഹംദ് പ്രകടിപ്പിക്കുകയാണ് ശുറൈഹ് അൽ ഖാദി റഹിമഹുല്ല. പിന്നെ മൂന്നാമത്തേത്, അള്ളാഹുവിൻ്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് എനിക്ക് ഇസ്തിർജാ നടത്താൻ സാധിച്ചു എന്ന്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറയാൻ എനിക്ക് സാധിച്ചു. അള്ളാഹുവിൻ്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ട് എനിക്ക് അങ്ങനെ പറയാനുള്ള ഒരു അവസരം എൻ്റെ റബ്ബ് ഈ മുസീബത്തിലൂടെ എനിക്ക് നൽകി എന്നുള്ളത് കൊണ്ട് അൽഹംദുലില്ലാ എന്ന് അദ്ദേഹം പറയാറുണ്ട് എന്ന്. പിന്നെ സഹോദരങ്ങളെ, നാലാമത്തെ വിഷയം, അതാണ് നമ്മളുടെ ചർച്ച ചെയ്യുന്ന വിഷയവുമായി ബന്ധമുള്ളത്. നാലാമത്തെ വിഷയം എന്താ? അദ്ദേഹം ഹംദ് ചൊല്ലാറുള്ളത്, എനിക്കേറ്റ ഒരു മുസീബത്ത്, എനിക്കേറ്റിട്ടുള്ള ഈ ഒരു വിഷമം അത് ദീനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ഫിത്നയിലല്ല എന്നുള്ളത് കൊണ്ട് അദ്ദേഹം ഹംദ് പറയാറുണ്ട് എന്ന. എനിക്ക് ഒരു മുസീബത്ത് ഏറ്റിട്ടുണ്ട്, എനിക്കൊരു പ്രയാസം ഏറ്റിട്ടുണ്ട്, അത് എൻ്റെ ഭൗതികമായിട്ടുള്ള വിഷയത്തിലാണ്, അത് എൻ്റെ ദീനുമായി ബന്ധപ്പെട്ട വിഷയത്തിലല്ല, അതുകൊണ്ട് അൽഹംദുലില്ലാ എന്ന് ശുറൈഹ് അൽ ഖാദി റഹിമഹുല്ല പറയാറുണ്ട് എന്ന. സഹോദരങ്ങളെ, എത്ര സൂക്ഷ്മത അവർ കാണിച്ചിട്ടുണ്ടാവും ദീനിന്റെ വിഷയത്തിൽ.
ദീനിന്റെ വിഷയത്തിൽ എത്രമാത്രം അവർ സൂക്ഷ്മത കാണിച്ചിട്ടുണ്ടാകുമെന്നുള്ളത് ഈ ഒരു ചരിത്രം തന്നെ നമുക്ക് സാക്ഷ്യപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. ഇതായിരുന്നു സഹോദരങ്ങളെ സലഫുകള്. ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ പോരിശ പറഞ്ഞ് മാത്രം, തൗഹീദിന്റെ പോരിശ മാത്രം പറഞ്ഞുകൊണ്ട് എന്താണ് തൗഹീദ് എന്ന് മനസ്സിലാകാതെ പോകുന്ന ഒരു അവസ്ഥ സഹോദരങ്ങളെ ഇന്ന് പല ആളുകളിലും കാണുന്നുണ്ട് എന്നുള്ളത് ഖേദകരമായിട്ടുള്ള ഒരു വിഷയമാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് എൻ്റെ മുമ്പിലിരിക്കുന്ന സഹോദരങ്ങൾക്ക് ഉപകാരപ്പെടുന്ന, ഈ പറയുന്ന എനിക്കും ഉപകാരപ്പെടുന്ന ഏതാനും ചില വിഷയങ്ങൾ സംസാരിക്കാനാണ് ആഗ്രഹിക്കുന്നത്. ഇരുട്ടുകളിലേക്ക് ക്ഷണിക്കുന്നവരെന്നതാണ് നമ്മളുടെ ചർച്ചാ വിഷയം. ആ ഇരുട്ടുകളിലേക്ക് ക്ഷണിക്കുന്ന പല നൂതനമായിട്ടുള്ള മാർഗങ്ങളുണ്ട് എന്നുള്ളത് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ഏതാണ് ആ മാർഗങ്ങൾ എന്നുള്ളത് പറയുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കും അത് ഉപകാരപ്പെടണമെന്നുള്ളത് കൊണ്ട് തന്നെ അങ്ങനെയുള്ള ഒരു വിഷയത്തിലേക്ക് കടക്കാനാണ് ആഗ്രഹിക്കുന്നത്. സഹോദരങ്ങളെ, നമുക്കറിയാം മനുഷ്യന്മാർ മൊത്തത്തിൽ നമ്മൾ എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ പല ആളുകളും ചതിക്കുഴിയിൽ അവരുടെ വിശ്വാസപരമായിട്ടുള്ള കാര്യങ്ങൾ അടിയറവ് വെക്കുന്നത് പലപ്പോഴും മനസ്സുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു വിഷയത്തിലാണ്. മനസ്സ് ആഗ്രഹിക്കുന്ന എന്തും നേടിയെടുക്കാനുള്ള ഒരു ത്വര മനുഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് എന്ന നമുക്ക് പല കഷ്ടപ്പാടുകൾ അനുഭവിക്കുമ്പോൾ, വീടുകളിൽ പ്രയാസങ്ങൾ അനുഭവിക്കുമ്പോൾ, നമ്മൾക്ക് നാളെ വരാനിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെയുള്ള ആലോചനകൾ നമ്മളുടെ തലച്ചോറിലേക്ക് കയറി വന്നിട്ട് പിന്നെ നമ്മൾ ചിന്തിക്കുകയാണ്. എന്താ നമ്മൾ ചിന്തിക്കുന്നത്? നമുക്ക് പെട്ടെന്ന് പരിഹാരം കിട്ടണമെന്നുള്ളതാണ്. നമുക്ക് പെട്ടെന്ന് പരിഹാരം കിട്ടണമെന്നുള്ളതാണ് മനുഷ്യന്മാർ പലപ്പോഴും ആ പരിഹാരത്തിന് വേണ്ടിയിട്ട് എത്തിപ്പെടുന്ന കേന്ദ്രങ്ങൾ. സഹോദരങ്ങളെ, അത് വളരെ അപകടകരമായിട്ടുള്ള കാര്യമാണ്. നമുക്കറിയാം, നമ്മളുടെ മുമ്പിലിരിക്കുന്ന ആളുകൾ നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു മുസ്ലിയാരുടെ അടുക്കലേക്ക് പോയിക്കൊണ്ട് ഒരു ഇസ്മിന്റെ പണി പ്രവർത്തിക്കാൻ നമ്മൾ ആരും പോവുകയില്ല. നമുക്കറിയാം അത് കുഫറാണ് എന്നുള്ളത്, അല്ലേ? സിഹിറുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് അത്. അതുകൊണ്ട് അതിലേക്ക് പോകാൻ ഞങ്ങളില്ല എന്നുള്ളത് പലപ്പോഴും നമ്മൾ തീരുമാനിച്ചിട്ടുള്ള വിഷയമാണ്. പക്ഷേ ഇന്ന് ഈ ഒരു ആധുനിക കാലഘട്ടത്തിൽ നമ്മൾ ഏറെക്കുറെ കേൾക്കുന്ന ഒരു ശബ്ദമാണ്, നമ്മളിലൊക്കെ ഒരുപാട് പോസിറ്റീവ് എനർജികളുണ്ട് എന്നാണ്. നമ്മളിലൊക്കെ അതേപോലെ തന്നെ ഒരുപാട് നെഗറ്റീവ് എനർജികളുണ്ട്. ആ നെഗറ്റീവ് എനർജികളിൽ നമ്മൾ മാറ്റിക്കൊണ്ട്, നമ്മളിൽ നിന്ന് പൂർണ്ണമായിട്ട് മുക്തമാക്കിക്കൊണ്ട് നമ്മൾ പോസിറ്റീവ് എനർജി തേടിപ്പിടിക്കണം. അതിനുള്ള കഴിവ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അതൊക്കെ ജന്മന നമ്മളിലുണ്ട്. പക്ഷേ അത് നമ്മൾ കണ്ടെത്തി നമ്മൾ പരിപോഷിച്ചെടുത്തുകൊണ്ട് നമ്മളുടെ ക്യാരക്ടർ നമുക്ക് ബിൽഡ് ചെയ്യാൻ സാധിക്കും. നമ്മുടെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരങ്ങൾ അതിലൂടെ കണ്ടെത്താൻ സാധിക്കുമെന്നുള്ള വർത്തമാനങ്ങൾ ശാസ്ത്രത്തിൻ്റെ പേരിൽ തട്ടിവിടുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ മേഖലയിലുള്ള ഒരു പ്രയാസങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതും ഈ മേഖലയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് ഗൗരവത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയമാണ് സഹോദരങ്ങളെ. മനസ്സ് എന്ന് പറയുന്നത് പരിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് സമാധാനം കണ്ടെത്താൻ സാധിക്കുന്നതാണ്. നമുക്കൊക്കെ അറിയാം, നമ്മളൊക്കെ അതിൽ വിശ്വസിക്കുന്ന ആളുകളാണ്. പക്ഷേ എന്തുകൊണ്ടോ പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുള്ള ആ ഒരു മേഖലയിലേക്ക് എത്തിപ്പെടാൻ വേണ്ടിയിട്ട് നമുക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ്. ജനങ്ങൾക്ക് കഴിയുന്നില്ല. കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മനസ്സിന് സമാധാനം ലഭിക്കണമെങ്കിൽ ചില ആളുകളുടെ അടുക്കലേക്കൊക്കെ പോയി നമ്മുടെ പ്രയാസങ്ങളും പ്രശ്നങ്ങളുമൊക്കെ കൗൺസിലിങ്ങിൻ്റെ പേരും പറഞ്ഞുകൊണ്ട് അത് അവതരിപ്പിക്കുന്ന ഒരു ഏർപ്പാട് ഇന്ന് സമൂഹത്തിൽ വ്യാപകമായി കൊണ്ടിരിക്കുന്ന ഒരു ചുറ്റുപാടിലൂടെയാണ് നമ്മൾ സഞ്ചരിക്കുന്നത്. സഹോദരങ്ങളെ, എന്താണ് മനസ്സ് എന്ന് പറയുന്നത് നമ്മൾ ഗൗരവത്തിൽ മനസ്സിലാക്കണം. ശാസ്ത്രവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ഇത്തരം ആളുകൾ മനസ്സിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ എന്താണ് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം മനസ്സുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിശ്വാസമെന്ന് ഗൗരവത്തിൽ തിരിച്ചറിയേണ്ട ആളുകളാണ് ഞാനും നിങ്ങളും. മനസ്സിനെ കുറിച്ച് കൃത്യമായിട്ട് ശാസ്ത്രലോകത്തിന് പറയാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടില്ല. നമുക്കറിയാം അതൊരു ആത്മീയ മേഖലയാണ് എന്നുള്ളത്. ആത്മാവ് എന്ന് പറയുന്നതും മനസ്സ് എന്ന് പറയുന്നതും സഹോദരങ്ങളെ തലച്ചോറുമായും ഹൃദയവുമായും ഒക്കെ ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു സംഗതിയാണ്. പക്ഷേ അതിൻ്റെയൊക്കെ കേന്ദ്രം എവിടെയാണ് എന്നുള്ളത്, അത് തലച്ചോറാണോ അതല്ല അത് ഹൃദയമാണോ എന്നുള്ളതിനെ കുറിച്ച് പരിശുദ്ധ ഖുർആൻ നമുക്ക് നൽകുന്ന ചില സൂചനകളുണ്ട്. അതിൽ നമ്മൾ ഒതുങ്ങി നിൽക്കുകയാണ് വേണ്ടത്. അതിൽ നമുക്ക് ഒതുങ്ങി നിൽക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അവിടെയൊക്കെ മനുഷ്യന്മാർ നമ്മളെ പറ്റിക്കുന്ന വഴികളിലേക്കൊക്കെ നമ്മൾ എത്തി നോക്കിക്കൊണ്ട് അതിൽ പോയി അകപ്പെടാൻ പാടില്ല എന്നുള്ളത് ഗൗരവത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് ഒരു ജൂതൻ കടന്നു വന്നുകൊണ്ട് ചോദിച്ചില്ലേ, ആത്മാവിനെ കുറിച്ച് എനിക്ക് പറഞ്ഞു തരണമെന്ന. എന്താ ആത്മാവ് എന്ന് എനിക്കൊന്ന് പറഞ്ഞു തരണമെന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ യുക്തി ഉപയോഗിച്ചുകൊണ്ട് എന്താണ് ആത്മാവ് എന്ന് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുകയല്ല ചെയ്തത്, മറിച്ച് വഹി വരുന്നത് വരെ കാത്തു നിന്നു.
അല്ലാഹു സുബ്ഹാനഹു വ തആല വാനലോകത്ത് നിന്ന് വഹി ഇറക്കി കൊടുക്കുകയാണ്. സൂറത്ത് ഇസ്രായിൽ ആയത്ത് വയസ്അലൂനക അനി റൂഹ്, റൂഹിനെ കുറിച്ച്, ആത്മാവിനെ കുറിച്ച് നിന്നോട് അവർ ചോദിക്കുന്നു എന്ന. ഖുൽ റൂഹി മിൻ അംരി റബ്ബി, ഇത് അള്ളാഹുവിന്റെ കാര്യങ്ങളിൽപ്പെട്ടതാണ് എന്ന് അവരോട് പറയാനാണ്. എന്നിട്ട് എന്താ പറയുന്നത്? വമാ ഊതീതു മിനൽ ഇൽമി ഇല്ലാ ഖലീല, അറിവിൽ നിന്ന് അല്പം മാത്രമേ മനുഷ്യന്മാർക്ക് നൽകിയിട്ടുള്ളൂ എന്ന്. അറിവിൽ നിന്ന് അല്പം മാത്രമാണ് മനുഷ്യന്മാർക്ക് നൽകിയിട്ടുള്ളൂ എന്ന് പറയുമ്പോൾ എന്താണ് ആത്മാവ് എന്നുള്ളതിനെ കുറിച്ച് ഗവേഷണം കണ്ടെത്താൻ നമുക്ക് കണ്ടുപിടിക്കാൻ സഹോദരങ്ങളെ സാധിക്കുകയില്ല എന്നുള്ളത് ഗൗരവത്തിൽ നമ്മൾ തിരിച്ചറിയേണ്ടതാണ്. ഇതുപോലെയുള്ള ഒരു മേഖലയാണ് മനസ്സ് എന്ന് പറയുന്നത്. മനസ്സ് എന്ന് പറയുന്നത് ഇതുപോലെയുള്ള ഒരു മേഖലയാണ്. അതുകൊണ്ട് തന്നെ ആ മനസ്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആളുകൾ ശാസ്ത്രത്തിന്റെ പേരിലേക്ക് ചേർത്തുകൊണ്ട് വല്ലതുമൊക്കെ പറയുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ട ഒരു വിഷയമാണ്, ഇത് നമ്മളെ ചതിക്കുഴിയിലേക്ക് വീഴ്ത്താനുള്ള ഒരു പരിശ്രമമാണോ എന്നുള്ളത് നമ്മൾ ശരിക്ക് തിരിച്ചറിയേണ്ട ഒരു വിഷയം. സഹോദരങ്ങളെ, ഡോക്ടർ ഉസ്മാൻ സാഹിബ്, അദ്ദേഹം മുഖ്യശത്രു എന്ന് പറയുന്ന ഒരു ഗ്രന്ഥം രചിച്ചിട്ടുള്ളത് ഒരു പക്ഷേ നമുക്കൊക്കെ പരിചയമുള്ളതാകും. നമ്മളുടെ മുഖ്യശത്രു എന്ന് പറയുന്നത് പിശാചാണ്. ആ പിശാച് നമ്മളെ ചതിക്കുഴിയിലേക്ക് വീഴ്ത്താൻ വേണ്ടി പരിശ്രമിക്കുമെന്നുള്ളത് വളരെ മനോഹരമായി കൊണ്ട് മുഖ്യശത്രു എന്ന് പറയുന്ന ഗ്രന്ഥത്തിലൂടെ അദ്ദേഹം അത് വിശദീകരിച്ചിട്ടുണ്ട് റഹിമഹുല്ല. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഉസ്മാൻ ഡോക്ടറുടെ അടുക്കിലേക്ക് ഒരു മുവഹിദായ ഒരു വ്യക്തി, തൗഹീദ് ഉൾക്കൊണ്ട ഒരു വ്യക്തി കടന്നു വരികയാണ്. എന്നിട്ട് പറയാണ്, ഞാനൊരു ആശയക്കുഴപ്പത്തിലാണ്. എൻ്റെ ഒരു സുഹൃത്ത് ഒരാളുടെ അടുക്കലേക്ക് കൊണ്ടുപോയി. ഇതേത് കാലഘട്ടത്തിലാണെന്ന് ആലോചിക്കണം. അതായത് ഇപ്പോഴല്ല, കുറെ മുമ്പാണ്. ഉസ്മാൻ ഡോക്ടർ മരണപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹം ഇത് എഴുതുന്ന കാലഘട്ടം 80കളിലാണ്. ആ കാലഘട്ടത്തിൽ മുമ്പ് സംഭവിച്ച ഒരു വിഷയമാണ് ഉസ്മാൻ ഡോക്ടർ അവിടെ പറയുന്നത്. എന്നിട്ട് ഒരു വ്യക്തി കടന്നു വന്നുകൊണ്ട് ഉസ്മാൻ ഡോക്ടറോട് പറയാണ്, ഒരു കാഹിനിന്റെ, ഒരു ഭാവി പറയുന്ന ഒരു ജ്യോത്സ്യന്റെ അടുക്കലേക്ക് എന്നെ ഒരു വ്യക്തി കൊണ്ടുപോയി. എന്നിട്ട് ആ ജ്യോത്സ്യം പറഞ്ഞു, നിന്റെ മനസ്സിലുള്ളത് എന്താണ് എന്നുള്ളത് ഞാൻ പറഞ്ഞു തരാമെന്ന്. അപ്പൊ ശരി, എനിക്കൊന്ന് പറഞ്ഞു തരൂ എന്ന് പറഞ്ഞ് ഈ വ്യക്തി, ഈ തൗഹീദ് ഉൾക്കൊണ്ട വ്യക്തി അങ്ങനെ നിന്നുകൊടുത്തപ്പോൾ അയാളുടെ മനസ്സിലുള്ള ആ കാര്യം ആ ജ്യോത്സ്യം പറഞ്ഞു എന്ന. എങ്ങനെയാണ് അത് അയാൾക്ക് സാധിച്ചത് എന്ന വിഷയമാണ് ഒരു ചോദ്യമായിക്കൊണ്ട് ഉസ്മാൻ ഡോക്ടർ റഹിമഹുല്ല അദ്ദേഹത്തിന്റെ അടുക്കലേക്ക് ചോദിക്കുന്നത്. എന്താ ഉസ്മാൻ ഡോക്ടർ കൊടുക്കുന്ന മറുപടി? ഉസ്മാൻ ഡോക്ടർ കൊടുക്കുന്ന മറുപടി, ഒരിക്കലും തന്നെ ഒരാളുടെ ഹൃദയത്തിന്റെ അകത്ത് എന്താണ് എന്നുള്ളത് അള്ളാഹുവിനല്ലാതെ ആർക്കും പറയാൻ സാധിക്കൂല എന്നുള്ളതാണ്. അത് നമ്മളുടെ തൗഹീദാണ്. പിന്നെ എന്താണ് അവിടെ സംഭവിച്ചിട്ടുള്ളത് എന്ന് പരിശുദ്ധ ഖുർആനിന്റെയും ഹദീസുകളുടെയും വെളിച്ചത്തിൽ ഉസ്മാൻ ഡോക്ടർ വിശദീകരിച്ചു കൊടുക്കുകയാ. അയാൾക്ക് കാര്യം ബോധ്യപ്പെട്ടു, അയാൾക്ക് തൃപ്തിപ്പെട്ടു വിഷയം എന്നുള്ളതാണ്. ആ കാര്യം സഹോദരങ്ങളെ, മുസ്ലിമീങ്ങളായ നമ്മൾ പഠിക്കേണ്ട ഒരു വിഷയമാണ് എന്നർത്ഥം. ഉസ്മാൻ ഡോക്ടർ പഠിപ്പിച്ചു കൊടുത്ത വിഷയം എന്താണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. എന്തുകൊണ്ട് എന്നുള്ളത് ശേഷം ഞാൻ പറയാം ഇൻഷാ അല്ലാഹ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ ഉസ്മാൻ ഡോക്ടർ പറഞ്ഞു കൊടുക്കുന്നത്? അവിടെ പറഞ്ഞു കൊടുക്കുന്നത്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോ മനുഷ്യനെയും സൃഷ്ടിക്കുമ്പോൾ അവന്റെ കൂടെ ഒരു ഖരീനിനെ സൃഷ്ടിക്കുന്നുണ്ട്, ഒരു പിശാചിനെ സൃഷ്ടിക്കുന്നുണ്ട്, ഒരു ശൈത്താനിനെ സൃഷ്ടിക്കുന്നുണ്ട് എന്ന. നമ്മളുടെ ഒക്കെ കൂടെ ഒരു ശൈത്താനുണ്ട് എന്നർത്ഥം. ആ പിശാച് ഈ രൂപത്തിലുള്ള കാഹിനുകളായിട്ടുള്ള, ജ്യോത്സ്യന്മാരായിട്ടുള്ള അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്നും വഴിതെറ്റിക്കുന്ന ആളുകളെ സഹായിച്ചു കൊണ്ടിരിക്കുമെന്നാണ്. ഈ നമ്മളുടെ കൂടെയുള്ള ശൈത്താൻ നമ്മളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പല വിഷയങ്ങളും അവർക്ക് പറഞ്ഞു കൊടുക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാ, ഒരു കോഴി കുറുകുന്ന പോലെ അവരുടെ ചെവിയിലേക്ക് ഇട്ടുകൊടുക്കുമെന്ന. ഇത്തരം കാഹിനുകളുടെ ചെവിയിലേക്ക് ഒരു കോഴി കുറുകുന്നത് പോലെ ഇത്തരം വാർത്തകൾ ഇട്ടുകൊടുക്കുമെന്നാണ്. മാത്രമല്ല, പിശാചുക്കൾക്ക് നമ്മളുടെ ഹൃദയത്തിലേക്ക് ഇട്ടുതരാൻ വേണ്ടിയിട്ട് കഴിയും. അതാ ചീത്ത ചിന്തകളൊക്കെ, ഒരുപാട് ദുഷിച്ച ചിന്തകളൊക്കെ നമ്മളുടെ ഹൃദയത്തിലേക്ക് ഇട്ടുതരുന്നതാരാ? പിശാചുക്കളാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്വഹാബികൾ ചോദിക്കുന്നുണ്ട്, ഞങ്ങളുടെ മനസ്സിന്റെ ഉള്ളിലേക്ക് കടന്നു വരുന്ന ചില വിചാരങ്ങളുണ്ട്, അതിനൊക്കെ ഞങ്ങൾ കുറ്റക്കാരാകുമോ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുമ്പോൾ എന്താ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മറുപടി പറയുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ മറുപടി പറയുന്നത്, നിങ്ങൾ അതിനനുസരിച്ച് നിങ്ങളുടെ നാവ് കൊണ്ടോ ശരീരം കൊണ്ടോ അത് പ്രവർത്തിച്ചാൽ നിങ്ങൾ കുറ്റക്കാരാകുമെന്ന, അതല്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് പുറത്തു തരുമെന്ന. അപ്പൊ നമ്മുടെ മനസ്സിലേക്ക് ഒരു ചീത്ത വിചാരം പിശാച് കൊണ്ടുവന്ന് ഇട്ടുതരും, നമ്മുടെ മനസ്സിലേക്ക് ഇട്ടുതരും. ആ ഇട്ടുതരാനുള്ള കഴിവ് പിശാചിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് എന്നുള്ളതാണ്. പക്ഷേ ആ പിശാച് ഇട്ടുതരുന്ന കാര്യത്തിനനുസരിച്ച് നമ്മൾ പ്രവർത്തിച്ചാൽ, നമ്മളുടെ ശരീരം അതിനനുസരിച്ച് നിന്നുകൊടുത്താൽ, നമ്മളുടെ നാവ് അതിനനുസരിച്ച് നിന്നുകൊടുത്താൽ, അവർ പറയുന്ന കാര്യങ്ങളൊക്കെ സത്യപ്പെടുത്തിക്കൊണ്ട് ആ തിന്മയിലേക്ക് നമ്മൾ പ്രവേശിച്ചാൽ നമ്മൾ അതിൽ കുറ്റക്കാരാകുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ പഠിപ്പിച്ചത്.
ഇവിടെ സഹോദരങ്ങളെ, ഉസ്മാൻ ഡോക്ടർ അവിടെ പറഞ്ഞു കൊടുക്കുകയാണ് വളരെ കൃത്യമായിട്ട്. ഇവിടെ എന്താകാനേ നിർവാഹമുള്ളോ, നിങ്ങളുടെ മനസ്സിലേക്ക് പിശാച് ഒരു വാക്ക് ഇട്ടു തന്നു, അതേ കാര്യം ആ ജ്യോത്സ്യനും ഇട്ടുകൊടുത്തു. അങ്ങനെ നിങ്ങളുടെ രണ്ടാളുടെ മനസ്സിലേക്കും പിശാച് ഒരേ കാര്യം ഇട്ടു തന്നത് കൊണ്ടാണ്. അതല്ലാതെ നിങ്ങളുടെ മനസ്സിന്റെ ഉള്ളിലുള്ള ഒന്നും ആ ജ്യോത്സ്യം മനസ്സിലാക്കിയിട്ടില്ല, അത് അറിയുകയില്ല എന്നുള്ളത് വളരെ ഗണ്യതമായി കൊണ്ട് പറഞ്ഞു കൊടുക്കുകയാണ്. ഇതാ സഹോദരങ്ങളെ, ആർക്കാണ് ഈ രൂപത്തിൽ സംസാരിക്കാൻ സാധിക്കുക? തൗഹീദ് മനസ്സിലാക്കിയിട്ടുള്ള ആളുകൾക്കാ. അതല്ലാത്ത ആളുകളൊക്കെ ഇതൊക്കെ ഒരു അത്ഭുതമാണ്, അവർക്ക് എന്തൊക്കെയോ സിദ്ധികളുണ്ട് എന്നുള്ളത് തെറ്റിദ്ധരിച്ചുകൊണ്ട് ഈ തങ്ങന്മാരുടെയും ഇസ്മിന്റെ പണി ചെയ്യുന്ന ആളുകളുടെയും പെന്തക്കോസ്തുകാരുടെയും അമ്മയുടെയും മാതാ അമൃതാനന്ദമയ്യുടെയും അങ്ങനെ പിശാച് വിഹരിക്കുന്ന മുഴുവൻ കേന്ദ്രങ്ങളിലും പോയി കഴിഞ്ഞാൽ ഈ രൂപത്തിലുള്ള അത്ഭുതങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഒക്കെ പൈശാചികമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഇവിടെയാണ് നമ്മൾ തിരിച്ചറിയേണ്ട ഒരു വിഷയം. ഈ ഒരു മേഖല മതപരമായിട്ടുള്ള ആത്മീയ മേഖലകളിൽ ഒരുപാട് ചൂഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് ശരി തന്നെയാണ്. പക്ഷേ ഇത് ശാസ്ത്രത്തിന്റെ കുപ്പായം അണിഞ്ഞുകൊണ്ട് നമ്മളുടെ ഇടയിലേക്ക് ഇറങ്ങിത്തിരിക്കുകയാണ്. എന്തു പേര് പറഞ്ഞുകൊണ്ട്? മെന്റലിസം എന്ന് പറഞ്ഞുകൊണ്ട്. മെന്റലിസം ഇന്ന് പരിചയപ്പെടുത്തുന്ന ഒരാളാണ്, നമുക്കൊക്കെ ഒരു പക്ഷെ കേട്ടിട്ടുണ്ടാവും, ആദി എന്ന് പറയുന്ന വ്യക്തി. സോഷ്യൽ മീഡിയയിലൊക്കെ ഒരു പക്ഷേ അദ്ദേഹത്തിന്റെ പരസ്യങ്ങൾ ധാരാളം കണ്ടിട്ടുണ്ടാകും, പല മാധ്യമങ്ങളിലും വരുന്നുണ്ട്. ഈ അടുത്ത് ഒരാഴ്ച മുമ്പ് പോലും റിയാദിൽ വന്നുകൊണ്ട് വലിയ ഒരു പ്രോഗ്രാം അദ്ദേഹം സംഘടിപ്പിച്ചു. എല്ലാ വലിയ വാർത്താ പ്രാധാന്യത്തോടു കൂടിയിട്ടാണ് അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ പുറത്തേക്ക് വിടുന്നത്. 30 വയസ്സായ ഒരു ചെറുപ്പക്കാരനാ സഹോദരങ്ങളെ, കണ്ണൂർ പ്രദേശം, കണ്ണൂർ സ്വദേശിയാ. 30 വയസ്സായ ഈ ആദി എന്ന് പറയുന്ന ഈ ഒരു വ്യക്തി നമ്മൾ ശരിക്ക് മനസ്സിലാക്കണം. എന്താണ് സഹോദരങ്ങളെ അദ്ദേഹവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പ്രചരിപ്പിക്കുന്ന കാര്യങ്ങൾ? ഇന്ന് കേരളത്തിലുള്ള പല TV ചാനലുകളും, കൈരളി ചാനൽ, ഏഷ്യാനെറ്റ് ചാനൽ പോലെയുള്ള ചാനലുകൾ ഇതൊക്കെ വലിയ ഒരു പരിപാടിയായിക്കൊണ്ട് ഒരു ശാസ്ത്രത്തിന്റെ അകമ്പടിയോട് കൂടിയിട്ട് ജനങ്ങളുടെ മുമ്പിലേക്ക് അവതരിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ സാധുക്കളായിട്ടുള്ള മുസ്ലിമീങ്ങൾ കണ്ടിട്ട് അതൊക്കെ വിശ്വസിച്ചുകൊണ്ട് വായയും പുലർന്നിരിക്കുന്ന ഒരു അവസ്ഥയാണ് ശരിക്കും ഇത്തരം കേന്ദ്രങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഒന്ന് ശരിക്കൊന്ന് ആലോചിച്ച് നോക്കിയേ, എന്താണ് ആദി പറയുന്നത് എന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. ഈ ആദി എന്ന് പറയുന്ന വ്യക്തി 30 വയസ്സുകാരനായ ഈ ചെറുപ്പക്കാരൻ അദ്ദേഹത്തിന്റെ ചെറുപ്പം മുതൽ, അദ്ദേഹത്തിന്റെ ഒരു ഇന്റർവ്യൂ കൈരളിയിൽ ഉണ്ടായിരുന്നു, അതിൽ പറയുന്നുണ്ട്, ചെറുപ്പം മുതലേ എനിക്ക് മറ്റുള്ളവരുടെ മനസ്സ് വായിക്കുന്നതിലായിരുന്നു താല്പര്യമെന്ന. ചെറിയ വയസ്സ് മുതൽ മറ്റുള്ള ആളുകളുടെ മനസ്സിന്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് അത് അറിയാൻ വേണ്ടിയിട്ടുള്ള വലിയൊരു താല്പര്യം എനിക്കുണ്ടായി എന്ന. എൻ്റെ ഈ താല്പര്യം കണ്ട് എൻ്റെ അമ്മ പോലും പേടിച്ചിട്ടുണ്ട് എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. കാരണം ആളുകൾക്ക് മനസ്സിലാകാത്ത രൂപത്തിലുള്ള ഒരു എക്സ്ട്രാ ഓർഡിനറി ആയിട്ടൊക്കെയുള്ള സംസാരങ്ങളാണ് അദ്ദേഹത്തിൽ നിന്നും വരിക. അപ്പം അതുകൊണ്ട് കുടുംബക്കാർക്കൊക്കെ മൊത്തത്തിൽ എന്നെ ഒരു പേടിയാണ്, ഞാൻ ആളുകൾ എങ്ങനെ നോക്കും, അങ്ങനെ അവരിൽ നിന്ന് അവരെ ഉള്ളിലുള്ളത് എന്താണ് എന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുമെന്നൊക്കെയുള്ളത്. എങ്ങനെയാണ് അങ്ങനത്തെ ഒരു താല്പര്യം വന്നത്? ഷെർലക് ഹോംസിന്റെ നോവൽ വായിച്ചുകൊണ്ടാണ്. ഒരു ഫിക്ഷണൽ പ്രൈവറ്റ് ഡിറ്റക്റ്റീവ് നോവലാണത്. അത് വായിച്ചിട്ട് അതിൽ നിന്നാണ് അതുപോലെ ആകണമെന്നുള്ള ഒരു താല്പര്യത്തിൽ ആ ചെറുപ്പം മുതലേ അദ്ദേഹത്തിന് ഇങ്ങനത്തെ ഒരു ഈ ഏരിയയിലേക്ക് വന്നെത്തിയത് എന്നാണ്. ഒന്ന് ആലോചിച്ച് നോക്ക്. ഈ ഇത്തരം മാധ്യമങ്ങൾ മനസ്സ് മലിനമാക്കുമ്പോൾ എന്ന് പറഞ്ഞുകൊണ്ട് ഇത്തരം മാഗസിനുകളൊക്കെ വായിക്കുമ്പോൾ ഉണ്ടാകുന്ന അപകടങ്ങളെ കുറിച്ചിട്ട് എഴുതിയിട്ടുള്ള അഡ്വക്കേറ്റ് മൊയിനുദ്ദീൻ പോലുള്ള ആളുകളെ പോലും അവസാനം ചെന്നെത്തിയത് ഈ അപകടത്തിലാണ്. ഈ ഒരു അപകടത്തിലേക്ക് പോയിട്ട് അകപ്പെടുന്ന ഒരു അവസ്ഥയും ഒരുപാട് ആളുകളെ വഴിതെറ്റിച്ചു കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ഇന്ന് എത്തിയിട്ടുണ്ട്. ശരിക്ക് ഈ ആദിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്, ഈ മെന്റലിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ശാസ്ത്രമാണോ എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, ഇതൊരു എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു ശാസ്ത്രമൊന്നുമല്ല. പല കാര്യങ്ങളിൽ നിന്നും ഗവേഷണം ചെയ്ത് എടുത്തുകൊണ്ട് ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള, അല്ലെങ്കിൽ ഞങ്ങൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ചില മെത്തേഡുകളാണ് ഇതിലുള്ളത് എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്താണ് അതിലുള്ളത്? ഹിപ്നോട്ടിസം പഠിച്ചിട്ടുണ്ട്, ഹിപ്നോസിസ് പഠിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ നിമോണിക്സം, അതുപോലെ ബോഡി ലാംഗ്വേജ്, മേജിക്, ഫിസിക്കൽ റീഡിങ്, പിന്നെ അതുപോലെ തന്നെ ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാമിംഗ് NLP, ഇതൊക്കെ കൂടി ചേർത്തുകൊണ്ടുള്ള ഒരു ശാസ്ത്രമാണ് മെന്റലിസം എന്നാണ് അദ്ദേഹം പറയുന്നത്. ഈ മെന്റലിസത്തിലൂടെ അദ്ദേഹം ചെയ്യുന്ന കാര്യം എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നേരത്തെ ഉസ്മാൻ ഡോക്ടറുടെ അടുക്കലേക്ക് ഒരു വ്യക്തി കടന്നു വന്നുകൊണ്ട് ഒരു പ്രശ്നം പറഞ്ഞില്ലേ, അവിടെ ഉസ്മാൻ ഡോക്ടർ പരിഹാരമായിട്ട് കൃത്യമായി ഖുർആനിന്റെയും ഹദീസിന്റെയും വെളിച്ചത്തിൽ ഇന്നതാണ് അത് സംഭവിക്കുന്നത് എന്ന് പറഞ്ഞു കൊടുത്തപ്പോൾ അയാൾക്ക് അത് മനസ്സിലായി. ആ വിഷയം പഠിച്ചപ്പോൾ അതിന്റെ ഗൗരവം മനസ്സിലായി, അത് അപകടകരമായിട്ടുള്ള മേഖലയാണ് എന്ന് തിരിച്ചറിയാൻ സാധിച്ചു എന്നുള്ളതാണ്. പക്ഷെ ഇന്ന് മെന്റലിസം എന്ന് പറഞ്ഞ് ഈ ആദിയെ ആളുകൾ വിളിക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണ്?
പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ്, കരിയർ ഗൈഡൻസ്, ഇതുപോലെയുള്ള പല സംഗതികളും ഈ രൂപത്തിലുള്ള പല ടെർമിനോളജികളും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹത്തെ കൊണ്ടുവരിക. ദമാമിലെ ഇന്ത്യൻ സ്കൂള് അദ്ദേഹത്തെ കൊണ്ടുവന്ന് വലിയ പരിപാടി കുട്ടികളുടെ മുമ്പിൽ അവതരിപ്പിച്ചു. എത്ര അപകടകരമായിട്ടുള്ള സംഗതിയായിരുന്നു എന്ന്. അതായത് സ്റ്റേജിലേക്ക് ആളെ വിളിച്ചു കൊണ്ടുവന്ന് നിർത്തുകയാണ് പബ്ലിക്കായിട്ട്. എന്നിട്ട് സ്റ്റേജിൽ നിൽക്കുന്ന ആളോട് പറയാണ്, നിങ്ങളുടെ ATM-ന്റെ പാസ്വേഡ് മനസ്സിലൊന്നിങ്ങനെ വിചാരിക്കാൻ മനസ്സിൽ. അപ്പൊ ATM-ന്റെ പാസ്വേഡ് ഇങ്ങനെ വിചാരിക്കും. എന്നിട്ട് പറയും, എൻ്റെ കണ്ണിലേക്ക് സൂക്ഷിച്ചു നോക്കൂ, എൻ്റെ കണ്ണിലേക്ക് മാത്രം നോക്കുക എന്നിട്ട് ഇങ്ങനെ വന്നിട്ട് ഇന്നതല്ലേ പാസ്വേഡ് എന്ന്. അപ്പൊ അയാള് ആകെ അത്ഭുതപ്പെട്ട്, ശരിയാണ് എൻ്റെ പാസ്വേഡ് ഇത് തന്നെയാണ് എന്നുള്ളത് അയാൾ പേടിച്ച് ഇപ്പൊ തന്നെ പോയിട്ട് മാറ്റിക്കോളൂ എന്ന് പറയുന്നുണ്ട്. കാരണം ആളുകൾ ഇനി അത് ദുരുപയോഗപ്പെടുത്തുമല്ലോ. ഞാൻ പറഞ്ഞു വരുന്നത്, അപ്പൊ അവിടെ ഇരിക്കുന്ന ആ കുട്ടികൾ, ദമാമിലെ ഇസ്ലാഹി സെന്ററിൽ വന്നിരുന്ന കുട്ടികൾ പോലും ആശയക്കുഴപ്പത്തിലായി എന്നുള്ളതാണ്. ഈ വിഷയത്തിൽ കുട്ടികൾക്ക് വേണ്ടി മാത്രമായിക്കൊണ്ട് NLP എന്നുള്ള ഒരു പ്രോഗ്രാം അവിടെ സംഘടിപ്പിക്കേണ്ടി വന്നു. ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാമിങ്ങിന്റെ പേരിലാണ് ദമാമിലെ സ്കൂളിൽ ഈ പ്രോഗ്രാം നടത്തിയത്. ഒന്ന് ആലോചിച്ച് നോക്ക്. റിയാദിൽ ചെയ്ത വിദ്യ എന്താണ്? റിയാദിൽ ഒരു കുപ്പി ഫ്രണ്ടിലേക്ക് വെക്കുകയാണ്. എന്നിട്ട് ആ കുപ്പി ഇങ്ങനെ നോക്കും. അങ്ങനെ നോക്കി അദ്ദേഹത്തിന്റെ കണ്ണിന്റെ ആ പവർ കൊണ്ട് നമ്മളുടെ മനസ്സിലുള്ള കാര്യങ്ങൾ വായിച്ചെടുക്കാനുള്ള ആ ഒരു ശക്തി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ആ ഗ്ലാസ്സിലേക്ക് നോക്കി ആ ഗ്ലാസ് പൊട്ടിത്തെറിക്കാം, ആരും തൊടാതെ. ഈ സംഗതിയൊക്കെ സഹോദരങ്ങളെ കൃത്യമായിട്ട് ഇസ്ലാമിക പ്രമാണം പഠിക്കുന്ന ആളുകൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇതൊക്കെ പൈശാചികമായിട്ടുള്ള സഹായങ്ങളാണ് എന്നുള്ളത്. അതല്ലാതെ മറ്റുള്ള ആളുകളുടെ മനസ്സ് വായിക്കുവാനോ മറ്റുള്ള ആളുകളിൽ നിന്ന് ഏതെങ്കിലും തരത്തിൽ ഈ രൂപത്തിൽ ഒരു ഇൻഫർമേഷൻ എടുക്കാനോ ഒന്നും സാധിക്കുകയില്ല എന്നുള്ളതാണ്. ആദ്യം ഇതൊക്കെ എന്തിലേക്കാണ് ചേർക്കുന്നത്? സൈക്കോളജിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മേഖലയിലേക്ക് ചേർത്തുകൊണ്ടാണ്, ഇതൊക്കെ മനഃശാസ്ത്രവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് ഇവർ സംസാരിക്കുന്നത്. അതായത് മനഃശാസ്ത്രത്തിലേക്ക് ചേർത്തിക്കൊണ്ട് അതൊരു ശാസ്ത്രമാണ് എന്നുള്ളത് ഇന്ന് ശരിയാണ്, അതൊരു ശാസ്ത്രമായിക്കൊണ്ട് പഠിപ്പിക്കപ്പെടുന്ന ഒരു സംഗതിയാണ്. പക്ഷെ ആദ്യ കാലഘട്ടങ്ങളിലോ ഉസ്മാൻ ഡോക്ടറൊക്കെ ആ മുഖ്യശത്രു എന്ന് പറയുന്ന ഗ്രന്ഥം എഴുതുന്ന സമയത്ത് ഇതൊക്കെ എഴുതിയിട്ടുള്ളത് എങ്ങനെയാ അറിയോ? ഈ ഗ്രന്ഥം ആ കാലഘട്ടത്തിലൊന്നും ഇതൊരു ശാസ്ത്രമായിട്ട് പരിഗണിച്ചിരുന്നില്ല. അതൊക്കെ ഈ സൈക്കോളജിയൊക്കെ BA-യും MA-യൊക്കെ ആയി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആർട്ടിന്റെ മേഖലയിലാണ് ഇത് പഠിപ്പിച്ചിരുന്നത്. നമുക്കൊക്കെ അറിയാം അല്ലേ? എന്തുകൊണ്ടാണ്? അതൊരു ഹ്യൂമാനിറ്ററിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആ മേഖലയാണ്. അതിൽ സംഗതി ശരിയാണ്, ചില ബന്ധങ്ങളുണ്ട് മനഃശാസ്ത്രമൊക്കെയായി ബന്ധപ്പെട്ടുകൊണ്ട്. പക്ഷേ അത് പൂർണ്ണമായിക്കൊണ്ട് ഒരു നിരീക്ഷണങ്ങളോട് കൂടിയിട്ട്, ശാസ്ത്രീയമായിട്ടുള്ള ഒരു ഗവേഷണ നിരീക്ഷണങ്ങളോട് കൂടിയിട്ട് സ്ഥാപിക്കപ്പെടാൻ പറ്റിയിട്ടുള്ള ഒരു ശാഖയായിരുന്നില്ല അത്. പക്ഷേ പിന്നീട് എന്താണ് സംഭവിക്കുന്നത്? ഇപ്പോൾ മോഡേൺ സൈക്കോളജിയിൽ മനസ്സുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയങ്ങളൊക്കെ അതൊക്കെ BSc-യിലും MSc-യിലും ഒക്കെയുള്ള ഒരു സയൻസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു സോഷ്യോളജിയും ഫിസിയോളജിയൊക്കെ ആയി ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള പഠനങ്ങൾ ഏറെ പുരോഗമിച്ചപ്പോഴാണ് ആർട്ടിൽ നിന്ന് അത് സയൻസിലേക്ക് മാറിയിട്ടുള്ളത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പക്ഷേ അവിടെയൊക്കെ എന്താണ് ഈ മേഖല എന്ന് പറയുമ്പോൾ അത് നമ്മളുടെ ബയോളജി ബേസ് ചെയ്തുകൊണ്ടുള്ള നമ്മളുടെ ബിഹേവിയറൊക്കെ ആയി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പഠനങ്ങൾ പിൽക്കാലത്ത് വർദ്ധിക്കുകയും ശരിയായ രൂപത്തിലുള്ള ശാസ്ത്രീയ നിരീക്ഷണങ്ങളൊക്കെ നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് അത് സയൻസിലേക്ക് ഈ സൈക്കോളജി വന്നിട്ടുള്ളത്. ഇവിടെ ശരിക്കും മനസ്സിലാക്കേണ്ടതുണ്ട്, മുൻകാലങ്ങളിൽ ആർട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്നത്തെ കാലഘട്ടത്തിൽ ഒരു കെമിസ്ട്രി പോലെയോ ഒരു ഫിസിക്സ് പോലെയോ ഒന്നും പറയാൻ സാധിക്കാത്ത ഒരു വിഷയമായിരുന്നു യഥാർത്ഥത്തിൽ സൈക്കോളജി. അതൊരു തത്വശാസ്ത്രവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു മേഖലയായിരുന്നു എന്നർത്ഥം, മനഃശാസ്ത്രം എന്നൊക്കെ പറയുന്നത്. പക്ഷെ ഇന്ന് അതിന് ഒരു സയന്റിഫിക് എവിഡൻസ് കൊണ്ടുവരാന്ന് പറയുന്നത്, അങ്ങനെ കൊണ്ടുവരുമ്പോൾ അത് കേവല നിഗമനങ്ങളിലൂടെ സംസാരിക്കുന്നതല്ല. അതിൻ്റെതായിട്ടുള്ള ഒരുപാട് വിഷയങ്ങളുണ്ട്. സ്ട്രക്ചർ ഓഫ് ഇന്റലക്റ്റിൻ്റെതായിട്ടുള്ള ഒരു മേഖല തന്നെ ആ വിഷയത്തിലുണ്ട് എന്നർത്ഥം. അതിനെ ദുരുപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ഈ ആളുകൾ എന്ത് ചെയ്യുന്നത്? ഈ NLP പോലെയുള്ള, ഹിപ്നോട്ടിസം പോലെയുള്ള ഇത്തരം കപട ശാസ്ത്രങ്ങൾ ഇവർ ഉപയോഗപ്പെടുത്തുന്നത്. പണ്ട് കാലത്ത് പഠിപ്പിക്കപ്പെട്ടിട്ടുള്ള ചില നിഗമനങ്ങളൊക്കെ ഇന്ന് അവരിതിലേക്ക് ഈ SC-യിലേക്ക് സയൻസിലേക്ക് ചേർത്തുകൊണ്ട് പറയുക, ആളുകളെ കബളിപ്പിക്കുകയാണ് ചെയ്യുന്നത് എന്നുള്ളത്. അതാണ് അതിൻ്റെ വിഷയം. അതുകൊണ്ടാണ് ബ്രിട്ടീഷ് സൈക്കോളജിക്കൽ സൊസൈറ്റി പുറത്തിറക്കിയിട്ടുള്ള ഒരു ജേർണലിൽ അവർ പറയുന്നുണ്ട്, ലോകത്ത് ശാസ്ത്രത്തിന്റെ പേരിൽ നിലനിൽക്കുന്ന 10 മിഥ്യകളിൽ ഒന്ന് NLP ആണ് എന്ന്.
ശാസ്ത്രത്തിന്റെ പേരിൽ നിലനിൽക്കുന്ന 10 മിഥ്യകളിൽ ഒന്ന് ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാമിംഗ് ആണ് എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ NLPയുടെ ആളുകളൊക്കെ ഒരു കാലത്ത് വന്നുകൊണ്ട് ഇത് ഇവരുടെ ശരീരത്തിലുള്ള അല്ലെങ്കിൽ ഇവരുടെ ചിന്തയിലുള്ള പല സ്വഭാവങ്ങളും മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കുമെന്നുള്ളതാണ്. NLPയിലുള്ള ഒരു ശാഖയാണ്. എന്താ ശാഖ എന്നറിയോ? അതായത് ടൈം ലൈൻ തെറാപ്പി എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട് NLPയിൽ. എന്താ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ, ഇവർ പറയുന്നത് എന്താ വെച്ചാൽ, നമ്മളുടെ ശരീരത്തിൻ്റെ ഉള്ളിൽ നമ്മളുടെ മനസ്സ് കോൺഷ്യസ് മൈൻഡാണ്, നമ്മളുടെ സബോധ മനസ്സാണ്. ഈ സബോധ മനസ്സിനെ ഉറക്കിക്കെടുത്തുകൊണ്ട് നമ്മളുടെ ഉള്ളിലുള്ള ഉപബോധ മനസ്സിനെ ഉണർത്തുക എന്നുള്ളതാണ്. അങ്ങനെ നമ്മളുടെ സബോധ മനസ്സിനെ, നമ്മളുടെ ഒറിജിനൽ ആ മനസ്സിനെ ഉറക്കിക്കെടുത്തിയിട്ട് നമ്മളുടെ ഉള്ളിലുള്ള ഉപബോധ മനസ്സിനെ നമ്മൾ ഉയർത്തിക്കൊണ്ടുവരികയാണ്. എന്നിട്ട് ആ ഉണർത്തിക്കൊണ്ടുവന്നിട്ട് അവരിലൂടെ പ്രവർത്തിക്കുകയാണ്. അപ്പോൾ സ്വബോധ മനസ്സ് നമ്മളത് ഉറങ്ങിക്കെടുക്കുകയായിരിക്കും. നമുക്ക് 40 വയസ്സായിട്ടുണ്ടാവും. 40 വയസ്സിൻ്റെതായിട്ടുള്ള മനസ്സ് ഉറങ്ങിക്കെടുക്കുന്നു. എന്നിട്ടോ ഉപബോധ മനസ്സിനേക്ക് ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഉപബോധ മനസ്സിനെ ഇവർ പഴയ കാലത്തിലേക്ക് കൊണ്ടുപോകുന്നതാണ്. ഏതുവരെ? 40 വയസ്സുള്ള ഒരാളെ 35-ാമത്തെ വയസ്സിലേക്ക്, 30-ാമത്തെ വയസ്സിലേക്ക്, നിങ്ങൾ 25-ാമത്തെ വയസ്സിലേക്ക് പോവുകയാണ്, നിങ്ങൾ 20-ാമത്തെ വയസ്സിലേക്ക് പോവുകയാണ്. അങ്ങനെ അവർക്ക് സജഷൻസ് കൊടുത്ത് ചെറിയ കുട്ടിയായിട്ട് ഉമ്മയുടെ ഗർഭപാത്രത്തിന്റെ അകത്തേക്ക് കൊണ്ടുപോകാൻ പറ്റുമെന്നുള്ളതാണ് NLP അവകാശപ്പെടുന്നത്. എന്നിട്ടോ ആ മേഖലയിൽ അവർ കണ്ടെത്തിയിട്ടുള്ള പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ട്. അവരുടെ മനസ്സിൽ എവിടെയോ പതിഞ്ഞു കിടക്കുന്ന ചില പേടികളുണ്ട്. അതൊക്കെ ഇല്ലാതാക്കിയിട്ട് പിന്നെ അവരെ വീണ്ടും തിരിച്ച് 40-ാമത്തെ വയസ്സിലേക്ക് കൊണ്ടുവന്നിട്ട് പിന്നെ ഉപബോധ മനസ്സിനെ മാറ്റും. എന്നിട്ട് സബോധ മനസ്സിനെ ഉയർത്തിക്കൊണ്ടുവരും. അപ്പോൾ അയാൾ എന്തായിട്ടുണ്ടായിരിക്കും? പൂർണ്ണമായിക്കൊണ്ടും ധൈര്യശാലിയായിട്ടുണ്ടായിരിക്കും. ഈ രൂപത്തിൽ മാറ്റാൻ സാധിക്കുമെന്നുള്ളതാണ് NLPയുടെ ഒരു അവകാശവാദം. ഇവിടെ സഹോദരങ്ങളെ, ഈ വിഷയം അവർ അവകാശപ്പെട്ടപ്പോൾ അമേരിക്കയിലെ മിലിറ്ററികൾക്ക്, അതായത് മിലിറ്ററിയുടെ സംഭവങ്ങൾ അറിയാലോ, അവർ ഒരുപാട് ഈ അപകടങ്ങളും മറ്റുമൊക്കെ കണ്ടിട്ട് ചില മെന്റൽ ഡിസോർഡർ ആയിട്ടുള്ള ആളുകളുണ്ട്. അതായത് നേർക്കുനേരെ പല ബോംബ് വന്നു വീഴുന്നതും അക്രമം സംഭവിക്കുന്നതൊക്കെ നേർക്കുനേരെ കാണുന്ന രംഗങ്ങൾ കാണുമ്പോൾ അവർക്ക് ഭയം വരും. അപ്പം അത്തരം ഭയം വരുന്ന സോൾജിയേഴ്സിനെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മേഖല കണ്ടെത്തിയിട്ട് NLP എന്താണ് എന്നുള്ളത് ഗവേഷണം ചെയ്യാൻ വേണ്ടിയിട്ട് അമേരിക്കയിലെ മിലിറ്ററി തീരുമാനിക്കുകയും അങ്ങനെ ഗവൺമെന്റ് നിശ്ചയിച്ച ബോഡി അത് അന്വേഷിച്ചിട്ട് പറഞ്ഞത് എന്താ അറിയും? ഇത് ശുദ്ധ തട്ടിപ്പാണെന്നാണ് NLP എന്ന് പറയുന്നത്. ശാസ്ത്രവുമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത ഒരു കാര്യമാണ് എന്നാ പറയുന്നത്. സഹോദരങ്ങൾ, ഇവിടെ ഈ വിഷയത്തിന് എല്ലാം ഏത് പേരിൽ അറിയപ്പെട്ടോട്ടെ, അത് NLP ആയിക്കോട്ടെ, അത് ഹിപ്നോസിസം ആയിക്കോട്ടെ, അത് ഹിപ്നോട്ടിസം ആയിക്കോട്ടെ, ഈ മേഖലയിൽ ഈ പേരിൽ അറിയപ്പെടുന്ന എല്ലാം അത് നമുക്ക് പറയാൻ സാധിക്കും അതൊക്കെ പൈശാചികമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് എന്ന്. അതുകൊണ്ടാണ് എന്താ ഹിപ്നോസിസ് എന്നുള്ളത് ആദ്യം ശരിക്കും മനസ്സിലാക്കണം. ഉസ്മാൻ ഡോക്ടറൊക്കെ അത് വളരെ കൃത്യമായിട്ട് വിശദീകരിക്കുന്നുണ്ട്. നമുക്ക് ഒരാളെ ഹിപ്നോട്ടിസം ചെയ്യണമെങ്കിൽ ആദ്യം നമ്മൾ ഹിപ്നോസിസിന് വിധേയമാകണം. ഹിപ്നോസിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തമായിക്കൊണ്ട് നമ്മൾ സജഷൻസ് കൊടുത്തിട്ട് നമ്മളിലുള്ള ഉപബോധ മനസ്സിനെ നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കണം എന്നാണ്. ശരിക്കും മനസ്സിലാക്കണേ, നമ്മളിൽ 2 മനസ്സുണ്ട് എന്നാ പറയുന്നത്. അത് തന്നെ ഖുർആനിനെതിരാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഒരു ഹൃദയമേ നൽകിയിട്ടുള്ളൂ എന്ന് പരിശുദ്ധ ഖുർആൻ ഗണ്ഡിതമായിട്ട് പറയുന്ന ഒരു സംഗതിയാ. നമ്മളിലുള്ള അപര വ്യക്തിത്വം ഏതാണ്? അത് പിശാചാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ കിടന്നുറങ്ങുമ്പോൾ നമുക്ക് ഒരു സുഖം തന്നുകൊണ്ട് നമസ്കാരത്തെ തെറ്റിപ്പിക്കുന്ന പിശാച്, നമ്മളെ പല ദുർബോധനങ്ങളും നൽകിക്കൊണ്ട് മറ്റുള്ള ആളുകളെ കുറിച്ച് വിദ്വേഷമുണ്ടാക്കാൻ വേണ്ടിയിട്ട് പ്രേരിപ്പിക്കുന്ന പിശാച്, ഏതെങ്കിലും ഒരു സൽക്കർമ്മം ചെയ്യാൻ വേണ്ടി നമ്മൾ തീരുമാനിച്ചാൽ ആ സൽക്കർമ്മങ്ങളിൽ നിന്ന് പിന്തിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ ഒരു പ്രേരണ നൽകുന്ന പിശാച്, ഒരുപാട് റോളുകൾ തിന്മയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മളുടെ മനസ്സിൽ പ്രവർത്തിക്കുന്ന നമ്മളുടെ കൂടെയുള്ള കരീൻ, പരിശുദ്ധ ഖുർആൻ വിശദീകരിക്കുന്ന കരീൻ, സൂറത്ത് ശുഅറയിലെ പരിശുദ്ധ ഖുർആനിലെ 26-ാമത്തെ അധ്യായമായ പരിശുദ്ധ ഖുർആനിലെ 26-ാം അധ്യായമായ സൂറത്ത് ശുഅറ, അതിൽ 221, 222 ആയത്തുകളിൽ കാണാം ആരുടെ മേലാണ് പിശാചുക്കൾ ഇറങ്ങുന്നത് എന്ന് അറിയാമോ? ശുദ്ധ നുണയന്മാരുടെയും അധർമ്മകാരികളുടെയും മേലാണ് പിശാച് ഇറങ്ങുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. ആ ആയത്തിന്റെ മുഴുവൻ തഫ്സീറുകൾ എടുത്ത് പരിശോധിക്കുക. നിലവിലുള്ള മുഴുവൻ തഫ്സീറുകൾ, ഏത് വിഭാഗമാകട്ടെ, മുജാഹിദുകളുടെ തഫ്സീറാകട്ടെ, സുന്നികളുടെ തഫ്സീറാകട്ടെ, ജമാഅത്തെ ഇസ്ലാമിയുടെ തഫ്സീറാകട്ടെ, ഏത് സംഘടനയുടെ തഫ്സീറായിക്കോട്ടെ, എടുത്തു പരിശോധിക്കുക. അതിലൊക്കെ ഈ ഹദീസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അവിടെയൊക്കെ പിശാച് നമ്മളെ വഴിതെറ്റിക്കുന്ന ഈ കരീനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയങ്ങൾ വളരെ മനോഹരമായി കൊണ്ട് വിശദീകരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ഒരു കാര്യമാണ് സഹോദരങ്ങളെ, ആ പിശാചാണ് ഇവിടെ പ്രവർത്തിക്കുന്നത് എന്ന.
അല്ലാതെ ഒരു ഉപബോധ മനസ്സ് എന്ന് പറയുന്ന കപടശാസ്ത്രം മുന്നോട്ട് വെക്കുന്ന ഒരു സംഗതി ഒരിക്കലും ശാസ്ത്രത്തിന് തെളിയിക്കാൻ പറ്റിയിട്ടില്ലാത്ത ഒരു സംഗതി, അതിന്റെ മറ പിടിച്ചുകൊണ്ടാണ് ഈ പറഞ്ഞ NLP ആകട്ടെ, ഹിപ്നോട്ടിസം ആകട്ടെ, ഹിപ്നോസിസം ആകട്ടെ, ഇതൊക്കെ നിലനിൽക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ ഇവിടെ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് എന്താ? ഇവരുടെ ഭാഷയിൽ ഉപബോധ മനസ്സ്, നമുക്കറിയാം നമ്മളെ വഴിതെറ്റിക്കുന്ന പിശാചാണ് അത് എന്നുള്ളത്. അപ്പൊ എന്താ അവിടെ സംഭവിക്കുന്നത്? ഇവിടെ ഒരാൾക്ക് സ്വന്തമായി കൊണ്ട് ഹിപ്നോസിസ് ചെയ്യാൻ സാധിച്ചെങ്കിൽ മാത്രമേ അയാൾക്ക് നല്ലൊരു ഹിപ്നോട്ടിസ്റ്റ് ആകാൻ പറ്റൂ. അപ്പോൾ ഹിപ്നോസിസ് ചെയ്യാന്ന് പറയുമ്പോൾ നമ്മൾ സ്വന്തമായിട്ട് എന്ത് ചെയ്യണം? നമ്മൾ സജഷൻസ് കൊടുക്കണം. നമ്മളുടെ സബോധ മനസ്സിനെ, അവരുടെ ഭാഷയിൽ പറയാണ്, നമ്മളുടെ സബോധ മനസ്സിനെ നമ്മൾ ഉറക്കിക്കെടുത്തണം. എന്നിട്ട് നമ്മളിലുള്ള ഉപബോധ മനസ്സിനെ നമ്മൾ ഉണർന്ന് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പര്യാപ്തപ്പെടുത്തി അവരെ എടുക്കണം എന്നുള്ളതാണ്. അതിന് നമ്മൾ സ്വന്തമായിട്ട് എന്ത് ചെയ്യണം? ട്രെയിനിങ് ചെയ്യണം. ആ ട്രെയിനിങ്ങിന്റെ ഭാഗമാണ് നമ്മൾ ആദ്യകാലത്തൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം നിവർന്നിങ്ങനെ കിടക്കണം. നിവർന്ന് കിടന്നിട്ട് നമ്മളുടെ ശരീരത്തോട് നമ്മൾ സെൽഫ് സജഷൻസ് കൊടുക്കുക. എന്താ സെൽഫ് സജഷൻസ്? നമ്മൾ ഉറങ്ങാൻ പോവുകയാണ്. എൻ്റെ കാലിൻ്റെ വിരൽ ഉറങ്ങിക്കഴിഞ്ഞു, എൻ്റെ കാലിൻ്റെ പാദം ഉറങ്ങിക്കഴിഞ്ഞു, എൻ്റെ കാലിൻ്റെ മുട്ടുവരെ ഉറങ്ങിക്കഴിഞ്ഞു, എൻ്റെ അര വരെ ഉറങ്ങിക്കഴിഞ്ഞു. അങ്ങനെ നമ്മളിങ്ങനെ സജഷൻസ് കൊടുത്ത് നമ്മൾ നെഞ്ചു വരെ എത്തി. അങ്ങനെ നമ്മളുടെ തലയിൽ മുകളിലേക്ക് എത്തുമ്പോൾ പിന്നെ നമ്മൾ എഴുന്നേൽക്കേണ്ട സജഷൻസ് കൊടുക്കണം. എന്താ എഴുന്നേൽക്കണം? കാരണം നമ്മൾ പൂർണ്ണമായിട്ട് ഉറങ്ങിപ്പോയാൽ എപ്പോൾ എഴുന്നേൽക്കണം? അപ്പോൾ നമ്മൾ കൊടുക്കുന്ന സജഷൻ, അപ്പുറത്തുള്ള റൂമിൽ ഒരു ക്ലോക്കിന്റെ മണിയിൽ നിന്ന് അടിക്കുന്ന ആ ചെറിയ ശബ്ദം ഉണ്ടല്ലോ, അതിന്റെ സൂചി പോകുന്ന, സെക്കൻഡിന്റെ സൂചി പോകുമ്പോൾ എന്നിട്ടൊരു സൗണ്ട് വരില്ലേ? ആ ശബ്ദം നമുക്ക് കേൾക്കാൻ പറ്റുമോ? സാധാരണയായിട്ടില്ല. പക്ഷെ നമ്മൾ കൊടുക്കുകയാണ് എന്തെന്ന്? ആ ശബ്ദം അവിടെ 12 മണി കറക്റ്റ് രാത്രി ആയി കഴിഞ്ഞാൽ ആ ശബ്ദം നമ്മൾ കേൾക്കുന്നതോട് കൂടിയിട്ട് നമ്മൾ എഴുന്നേൽക്കണം എന്നുള്ളതാണ് നമ്മൾ സജഷൻസ് കൊടുക്കുന്നത്. അങ്ങനെ നമ്മൾ സെൽഫ് സജഷൻ കൊടുത്ത് നമ്മൾ എങ്ങനെ ഇറങ്ങിക്കഴിഞ്ഞാൽ ആ 12 മണിയാകുമ്പോൾ ടിക്ക് നമ്മൾ കേൾക്കും, നമ്മൾ എഴുന്നേൽക്കും. അപ്പോൾ ആ മേഖലയിൽ നമ്മൾ വിജയിച്ചു എന്നാണ് ഈ മൂഢന്മാർ മനസ്സിലാക്കുന്നത്. അപ്പൊ അതെന്തായി? സെൽഫ് ഹിപ്നോസിസ് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് സാധിക്കുന്നു, എനിക്ക് നിയന്ത്രിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് ഇവരുടെ ചിന്ത, ഇവരുടെ തത്വം. അത് കഴിഞ്ഞിട്ട് അങ്ങനെ നല്ലൊരു ഹിപ്നോസിസ് ആയി കഴിഞ്ഞാൽ, ഹിപ്നോസിസ് സ്വയം ചെയ്യാൻ വേണ്ടി സാധിച്ചു കഴിഞ്ഞാൽ പിന്നെ മറ്റുള്ള ആളുകളെ ഹിപ്നോട്ടിസം ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ആ മറ്റുള്ള ആളുകളെ ഹിപ്നോട്ടിസം ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് പല മേജിക് ആയിക്കൊണ്ട് അവതരിപ്പിക്കുന്ന ആളുകളുണ്ട്. ഇത് പല സ്ഥലങ്ങളിലും മാസ് ഹിപ്നോട്ടിസം ആയിക്കൊണ്ട് പബ്ലിക് പ്രോഗ്രാം സംഘടിപ്പിക്കുന്ന ആളുകളുണ്ട്. ഇപ്പൊ ഞാനൊക്കെ സൗദി അറേബ്യയിലേക്ക് വരുന്നതിന് മുമ്പ് ഞങ്ങളുടെ നാട്ടിൽ വടക്കേക്കാട് എന്ന് പറയുന്ന ഒരു പ്രദേശത്ത് സുരേഷ് എന്ന് പറയുന്ന ഒരു മജീഷ്യനെ കൊണ്ടുവന്നു. ഈ വ്യക്തി, അദ്ദേഹം ഒരു ഹിപ്നോട്ടിസം ചെയ്യുന്ന ഒരാൾ കൂടിയാണ്. എൻ്റെ ചെറുപ്പകാലത്താണത്. ആ ഹിപ്നോട്ടിസം ചെയ്യുന്ന വ്യക്തി ഇദ്ദേഹത്തെ പോലീസുകാരൊക്കെ ഉപയോഗപ്പെടുത്താറുണ്ട്. ഏതുപോലെ ഇന്നിപ്പോ ആദി എന്ന് പറയുന്ന മെന്റലിസം, അയാൾ പ്രധാനമന്ത്രിയുമായിട്ട് വലിയ അടുപ്പമുണ്ട്, നമ്മുടെ നാട്ടിലെ പല ഭരണാധികാരികളുമായിട്ട് അടുപ്പമുണ്ട്. അന്യ സംസ്ഥാനങ്ങളിലൊക്കെ കുറ്റാന്വേഷകരായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാർ ആദിയെ വിളിച്ചു കൊണ്ടുപോകും. എന്തിനു വേണ്ടിയിട്ടാ? മനസ്സ് വായിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് അത്രേ. എന്നിട്ട് കുറ്റവാളിയെ കണ്ടുപിടിക്കാനാണ് എന്ന്. പല രാജ്യങ്ങളിലും നൊട്ടോറിയസ് ആയിട്ടുള്ള ക്രിമിനൽസിനെ ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ട് കേരളത്തിലെ ആദിയെ കൊണ്ടുപോകുക. പല വാർത്താ മാധ്യമങ്ങളും അഭിമാനത്തോടു കൂടിയിട്ട് ആദിയെ പരിചയപ്പെടുത്തുകയാണ്, ഒരു പ്രഗത്ഭനായിട്ടുള്ള വ്യക്തിത്വം എന്നുള്ളത്. സഹോദരങ്ങളെ, ഗൗരവമായിട്ടുള്ള ഒരു വിഷയമാണ് ഇത്. ആരുടെയും മനസ്സ് വായിച്ചെടുക്കുന്ന ഒരു മേഖലയല്ല ഇത്. ശുദ്ധമായിട്ടുള്ള പൈശാചികമായിട്ടുള്ള പ്രവർത്തനം മാത്രം. പബ്ലിക്കായിട്ടുള്ള പരിപാടിയിലൊക്കെ ആദ്യം ഓരോ കുട്ടികളെ വിളിക്കുകയാണ്, എന്നിട്ട് ഇത്ര വലിയ പുസ്തകം കൊടുക്കുന്നു. ആ പുസ്തകം കൊടുത്ത് ഏതെങ്കിലും ഒരു പേജ് ഓപ്പൺ ചെയ്യാൻ പറയാം. ആ പേജ് ഓപ്പൺ ചെയ്തിട്ട് ആ പേജിന്റെ ഉള്ളിലുള്ള ഒരു പദം നിങ്ങൾ വിചാരിക്കാൻ മനസ്സിൽ, എന്നിട്ട് അവർ മുഖത്തേക്ക് ഇങ്ങനെ നോക്കുക, എന്നിട്ട് എൻ്റെ കണ്ണിലേക്ക് നിങ്ങൾ നോക്കുക എന്ന് പറഞ്ഞിട്ട് പിന്നെ പറയുമ്പോൾ ഇത്രാമത്തെ പേജിൽ ഇന്ന പദമല്ലേ നിങ്ങൾ മനസ്സിൽ കരുതിയത് എന്ന് അങ്ങോട്ട് ചോദിക്കുക. അപ്പോൾ നല്ല മക്കനെയും പർദ്ദയൊക്കെ ഇട്ടിട്ടുള്ള നമ്മളുടെ താത്താ കുട്ടികൾ എന്ത് പറയാ, അത്ഭുതപ്പെട്ടുകൊണ്ട് വായം പിളർന്നു നിൽക്കുകയാണ്. ഇതൊക്കെ മീഡിയയിൽ വരുന്ന സംഗതികളാണ്. അവിടെയൊക്കെ സഹോദരങ്ങളെ, ആ മേഖലയിലേക്ക് ദജ്ജാൽ വരുമ്പോൾ ആ പരിസരത്തേക്ക് പോകരുത് എന്നുള്ളതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. എന്തുകൊണ്ടാ? ഇതുപോലെ ധാരാളം അത്ഭുതങ്ങൾ അവർ കാണിക്കും, അതിൽ പോയി അകപ്പെടാൻ പാടില്ല. അതുകൊണ്ട് ഇത്തരം സംഗതികൾ കണ്ടാൽ തന്നെ ആയത്തുൽ കുർസി ഓതാനാണ് അവിടെ പഠിപ്പിക്കുന്നത്. കാരണം പൈശാചികമായിട്ട് നമ്മളുടെ മനസ്സിനെ കീഴ്പ്പെടുത്താൻ ആർക്കും സാധിക്കുകയില്ല. അതുകൊണ്ടാ ഹിപ്നോട്ടിസം പഠിക്കുന്ന ആളുകൾ പറയാറുണ്ട്, ഹിപ്നോട്ടിസം ചെയ്യുന്ന ആളുകൾ സ്വയം സന്നദ്ധനാവുന്ന വ്യക്തിയെയാണ് ഹിപ്നോട്ടിസം ചെയ്യാൻ പറ്റുന്ന. എന്തുകൊണ്ടാ? അവരുടെ മനസ്സ് കീഴ്പ്പെടുത്താൻ വേണ്ടി അവർ തയ്യാറാകൂല. ഇവരാദ്യം ചോദിക്കും, ഞാൻ പറയുന്നതൊക്കെ നിങ്ങൾ കേൾക്കണം, ഞാൻ പറയുന്നതൊക്കെ നിങ്ങൾ അനുസരിക്കണം എന്നുള്ളതാണ്. അപ്പൊ ശരി, എന്താ വ്യക്തി മാസ് ഹിപ്നോട്ടിസം ചെയ്തത്? ഇതെന്റെ
അനുഭവമാണ്, ഞാൻ കണ്ട ഒരു കാഴ്ചയാണ്. നമ്മൾ ഇതിനെക്കുറിച്ചൊക്കെ പഠിക്കുന്നതിന് മുമ്പ് കണ്ട ഒരു സംഗതിയാണ്. ഒരുപാട് ആളുകളെ സ്റ്റേജിലേക്ക് വിളിക്കാം, സ്റ്റേജിലേക്ക് ഒരുപാട് ആളുകളെ വിളിച്ചു കൊണ്ടുവന്നിട്ട് എന്നിട്ട് അവർക്ക് സജഷൻസ് കൊടുക്കുകയാണ്. അപ്പോൾ 5-8 ആളുകളെ വിളിച്ചിട്ട് അതിൽ ഒരു 6ഓളം ആളുകളെ തെരഞ്ഞെടുത്ത് ബാക്കി 2 ആളുകളെ അവര് ഇത് പറ്റൂല എന്ന് പറഞ്ഞിട്ട് മാറ്റിയിട്ടുണ്ട്. അത് അന്ന് പറഞ്ഞത് അവർക്ക് മൂത്രശങ്ക ഉണ്ട്, അതുകൊണ്ട് തന്നെ അത്തരം ആളുകളെ അതിന് വിധേയമാക്കാൻ പറ്റൂല, കാരണം അവരുടെ മനസ്സ് നമ്മൾ പറയുന്നത് കേൾക്കുന്ന രൂപത്തിൽ നിൽക്കൂല എന്നുള്ളതാണ്. അല്ലാഹു ആലം എന്താണ് അവരെ മാറ്റാനുള്ള കാരണമെന്ന്. പക്ഷേ വേറെ 6ഓളം ആളുകളെ വരിയായിട്ട് നിർത്തുകയാണ്. ആ വരിയായിട്ട് നിർത്തിയിട്ട് എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, ഇനി ഞാൻ പറയുന്നത് മാത്രമേ നിങ്ങൾ കേൾക്കുകയുള്ളൂ, ഇനി ഞാൻ പറയുന്നത് മാത്രമേ നിങ്ങൾ കേൾക്കുകയുള്ളൂ. അങ്ങനെ ഓരോ സജഷൻസ് ഇങ്ങനെ കൊടുത്ത് ഇപ്പോൾ നിങ്ങളിതാ എൻ്റെ വാക്ക് മാത്രം കേൾക്കുന്നു, എൻ്റെ മുമ്പിലുള്ള ഒന്നും നിങ്ങൾ അറിയുന്നില്ല, എൻ്റെ മുമ്പിലുള്ള ഒന്നും അറിയുന്നില്ല എന്നത് അതിങ്ങനെ ആ സജഷൻസ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തിട്ട് എന്നിട്ട് പറയാണ്, നിങ്ങൾ നിങ്ങളുടെ കുട്ടിക്കാലത്തിലേക്ക് പോവുകയാണ്, നിങ്ങൾ നിങ്ങളുടെ കുട്ടിക്കാലത്തിലേക്ക് പോവുകയാണ്. നിങ്ങൾക്കിപ്പോൾ ഇതാ 15 വയസ്സായിരിക്കുകയാണ്, നിങ്ങൾക്കിതാ 10 വയസ്സായിരിക്കുകയാണ്. അങ്ങനെ അവർ ഓരോ വയസ്സ് പറഞ്ഞ് കുട്ടിക്കാലത്തിലേക്ക് കൊണ്ടുപോയിട്ട് 2 വയസ്സുമ്മ കൊണ്ടുപോയി നിർത്തിയിട്ട് 2 വയസ്സിൻ്റെ താഴെയുള്ള വയസ്സിലേക്ക് എത്തുമ്പോഴേക്കും മുത്തം മനുഷ്യന്മാരായ മീശയൊക്കെയുള്ള ആളുകൾ ഇങ്ങനെ കുഴഞ്ഞു വീഴുക സ്റ്റേജിലേക്ക്. കാരണം അവർക്ക് നടക്കാൻ പറ്റില്ലല്ലോ ആ കാലത്ത്. പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള ഒരു അത്ഭുതം കാണുന്നത്, ഒരു വയസ്സിലേക്ക് അതിൻ്റെ താഴെയുള്ള വയസ്സിലേക്ക് പോയപ്പോൾ ഈ വലിയ ആളുകൾ സ്റ്റേജിന്റെ മുകളിൽ കിടന്നുകൊണ്ട് കാലിട്ടടിച്ചുകൊണ്ട് ചെറിയ കുട്ടികളുടെ ശബ്ദത്തിൽ കരയാം, ചെറിയ കുട്ടികളുടെ അവരുടെ കുട്ടിക്കാലത്തെ ശബ്ദത്തിൽ കരയാണ്. എന്നിട്ട് പിന്നെ അത് കണ്ട് ഞങ്ങളൊക്കെ ചിരിക്കുക. കാരണം ഇതൊരു മേജിക്ക് മാത്രമായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അത് കണ്ട് ഞങ്ങൾ ചിരിക്കുന്നു. അത് കഴിഞ്ഞ് ഇതേ ആളുകൾ തിരിച്ച് അവരുടെ വയസ്സിലേക്ക് കൊണ്ടുവരുന്നു. അവരാകട്ടെ ഇതൊന്നും അറിഞ്ഞിട്ടില്ല. അപ്പൊ എന്താ ഇവർ പറയുന്നത് ഇവരുടെ ഉപബോധ മനസ്സിനെ അവര് എടുക്കുകയാണ്, അവരുടെ സബോധ മനസ്സിനെ ഉറക്കിക്കെടുത്തി എന്നുള്ളതാ പറയുന്നത്. സഹോദരങ്ങൾ, അങ്ങനെ ഒരു സബോധ മനസ്സിനെ ഉറക്കിക്കെടുക്കുക എന്ന് പറയുന്നത് നമ്മൾ അതിൽ പോയിട്ട് തല വെച്ച് കൊടുക്കുമ്പോഴാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ആ 2 ആളുകളെ മാറ്റി നിർത്തിയേ പറഞ്ഞല്ലോ, കേവലം മൂത്രശങ്കയുടെ പേരിൽ അവരെ മാറ്റി നിർത്തിയിട്ടുണ്ട് എങ്കിൽ അവരതിന് തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. എൻ്റെ മനസ്സ് വായിച്ചോളൂ എന്ന് പറഞ്ഞുകൊണ്ട്, ശരി നിങ്ങൾ പറയുന്നത് മുഴുവൻ ഞാൻ കേൾക്കാം എന്ന് പറഞ്ഞുകൊണ്ട് നിന്നു കൊടുക്കുകയല്ല ഒരു മുസ്ലിം ആയിട്ടുള്ള വ്യക്തി ചെയ്യേണ്ടത് എന്ന് ഗൗരവത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. ഇതാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയിട്ടുള്ള ഒരു ഏർപ്പാടല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. 19-ാം നൂറ്റാണ്ടില് 1882 ടെലിപതിയുടെ പേര് പറഞ്ഞുകൊണ്ട് ഫ്രെഡറിക് മെയർ എന്ന് പറയുന്ന ഒരു മനഃശാസ്ത്ര വിദഗ്ധൻ എന്ന് വേണമെങ്കിൽ പറയാം, അയാൾ റിസർച്ച് ചെയ്ത് ഉണ്ടാക്കിയ ഒരു സംഗതിയാണ് ടെലിപതി എന്ന് പറയുന്നത്. എന്താ ടെലിപതിയുടെ? ഒരു പ്രദേശത്ത് നിന്ന് അങ്ങ് ദൂരെയുള്ള ഒരു പ്രദേശത്തുള്ള ആളിന്റെ മനസ്സ്, ആ മനസ്സിലേക്ക് ഞങ്ങൾക്ക് സന്ദേശങ്ങൾ അയച്ചു കൊടുക്കാൻ പറ്റുമെന്നുള്ളതാണ് അവർ അവകാശപ്പെട്ടത്. എന്താ അതിൻ്റെ ഒരു ഡെഫിനിഷൻ ആയിക്കൊണ്ട് ഇവർ പറഞ്ഞത്? പർപ്പോർട്ടഡ് ട്രാൻസ്മിഷൻ ഓഫ് ഇൻഫർമേഷൻ ഫ്രം വൺ പേഴ്സൺ ടു അനദർ വിത്തൗട്ട് യൂസിങ് എനി നോൺ ഹ്യൂമൻ സെൻസറി ചാനൽ ഓർ ഫിസിക്കൽ ഇന്ററാക്ഷൻ എന്നാണ്. അതായത് ഭൗതികമായിട്ടുള്ള കാര്യകാരണ ബന്ധങ്ങൾക്കുള്ളിൽ നിൽക്കുന്ന ഒന്നിനെയും ഉപയോഗപ്പെടുത്താതെ ഇവർക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ഓരോ ഇൻഫർമേഷനും ട്രാൻസ്മിഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുമെന്നുള്ളതാണ്. പിന്നീട് ഇതിനെക്കുറിച്ച് ശാസ്ത്രലോകം കണ്ടെത്തിയിട്ട് എന്താ അവർ പറഞ്ഞത്? ഇതൊരു സ്യൂഡോ സയന്റിഫിക് റിസർച്ചാണ് എന്നാണ് ശാസ്ത്രലോകം പറഞ്ഞത്. ഒരു കപട ശാസ്ത്രമാണ് ഇത് എന്നും. കാരണം ഈ രൂപത്തിൽ ശാസ്ത്രീയമായിട്ട് തെളിയിക്കാൻ പറ്റാത്ത ഒരു സംഗതിയാണ് ഇത്. ഇവിടെയാണ് സഹോദരങ്ങളെ ഞാൻ പറഞ്ഞ ഈ വിഷയങ്ങൾ മെന്റലിസം എന്ന് പറയുന്ന, അതായത് ഇതൊക്കെ കൂടിയിട്ട് ചേർന്നുള്ള NLPയും പിന്നെ മനുഷ്യന്റെ സൈക്കിക് റീഡിങ്ങും ഇതൊക്കെ കൂട്ടിച്ചേർത്തുകൊണ്ടുള്ള ഈ ഒരു മേഖല എന്ന് പറയുന്നത് അത് ശരിക്ക് ഒരു എക്സ്ട്രാ ഓർഡിനറി പെർസെപ്ഷനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ESPയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മേഖലയിൽ ആണ് ഇവർ കൈവെക്കുന്നത് എന്ന് നമ്മൾ ശരിക്ക് തിരിച്ചറിയേണ്ടതുണ്ട്. നമുക്കറിയാം നമ്മളുടെ പഞ്ചേന്ദ്രിയങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മളുടെ സൈറ്റ്, നമ്മളുടെ വിഷനുമായി ബന്ധപ്പെട്ട കാര്യമുണ്ട്. അതുപോലെ തന്നെ നമ്മളുടെ ഒഡീഷനുമായി ബന്ധപ്പെട്ട, നമ്മുടെ ഹിയറിങ്ങുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യമുണ്ട്. അതുപോലെ നമ്മളുടെ ഗസ്റ്റേഷന്, നമ്മളുടെ ടേസ്റ്റുമായി ബന്ധപ്പെട്ട വിഷയം, നമ്മളുടെ സ്മെല്ലുമായി ബന്ധപ്പെട്ട വിഷയം, നമ്മളുടെ ടച്ചുമായി ബന്ധപ്പെട്ട വിഷയം. ഈ കാര്യങ്ങളൊക്കെ നമുക്കറിയത് നമ്മളുടെ കാര്യകാരണ ബന്ധങ്ങൾക്ക് അകത്ത് നിൽക്കുന്ന കാര്യമാണ്.
ഈ കാര്യകാരണ ബന്ധങ്ങൾക്ക് ഉള്ളിൽ നിൽക്കുന്ന കാര്യങ്ങൾ നമുക്ക് ഗവേഷണം ചെയ്യാൻ സാധിക്കും, നമുക്കത് കണ്ടുപിടിക്കാൻ സാധിക്കും, അതിൻ്റെ സത്യാവസ്ഥ എന്താണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. എന്നാൽ പ്രോപ്രിയോസെപ്ഷൻ എന്ന് പറയുന്ന ഒരു മേഖലയുണ്ട്. സെൻസ് ഓഫ് സെൽഫ് എന്നാണ് അതിനെ പറയുന്നത്. സ്വന്തത്തെക്കുറിച്ചുള്ള ഒരു ധാരണയാണ് അത്. ആ ധാരണയെ വളർത്തിയെടുത്തുകൊണ്ടാണ് പലപ്പോഴും അതിനെ ദുരുപയോഗം ചെയ്തുകൊണ്ട്, ചൂഷണം ചെയ്തുകൊണ്ടാണ് ഈ ആളുകൾ സംസാരിക്കാറുള്ളത്. ഈ മേഖല മുഴുവൻ അതിന്മേലാണ് പിടിച്ചു നിൽക്കുന്നത് എന്നർത്ഥം. അതായത് നമ്മളുടെ ഉദാഹരണം അവർ പറയാ, നമുക്ക് പെയിൻ, നമുക്ക് വേദനയുണ്ട് ഇല്ലേ? ആ വേദന, അതുപോലെ തന്നെ നമ്മുടെ വിശപ്പ്, ഇതൊക്കെ നമ്മളെ സംബന്ധിച്ച്, ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരു ധാരണയായിട്ടുള്ള ഒരു സംഗതിയാണ്. പക്ഷെ ഇവർ കൊണ്ടുവരുന്നത് എന്താണെന്ന് അറിയോ? എല്ലാ ആളുകൾക്കും ഇപ്പൊ NLP പരിചയപ്പെടുത്തുന്ന ഒരു സംഗതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാ ആളുകൾക്കും ഒരു സ്വന്തമായിട്ടുള്ള ഒരു പാറ്റേൺ ഉണ്ട് എന്നാണ് ചിന്തയുടെ. എല്ലാ ആളുകൾക്കും ചിന്തയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു പാറ്റേൺ ഉണ്ട്. അത് എല്ലാവർക്കും ഒരുപോലെയാണ് എന്നാ. എന്നിട്ട് അത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് സദസ്സിലുള്ള ആളുകളോട് ചോദിക്കും, നിങ്ങൾ ഇന്നെന്താ കഴിച്ചത്? ഇന്ന് കഴിച്ചത് ഇഡ്ഡലി. ഇന്നലെ എന്താ കഴിച്ചത്? ഇഡ്ഡലി. അങ്ങനെ ഓരോ ആളുകളോട് സംസാരിച്ച്, ഇപ്പൊ ഇഡ്ഡലി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നിയത്? ഇഡ്ഡലിയുടെ ഈ ചിത്രമാണോ, അതിന്റെ വിഷനാണോ നിങ്ങളുടെ മുമ്പിലേക്ക് വന്നത്? അതല്ല, അതിന്റെ പേരാണോ എന്നാ. ഇയാൾ സമർത്ഥിക്കും എന്ത്? ഇഡ്ഡലി എന്ന് പറയുമ്പോൾ നമ്മളുടെ മുമ്പിലേക്ക് ഒരു ഇഡ്ഡലി കൊണ്ട് വരുമല്ലോ, അപ്പോൾ അതിൻ്റെ ചിത്രമാണ് നമ്മളുടെ മുമ്പിലേക്ക് വരിക. അപ്പോൾ എല്ലാ ആളുകൾക്കും ഒരു കാര്യം രൂപപ്പെട്ട് എടുക്കണമെങ്കിൽ നമ്മൾക്കൊക്കെ ചിന്തയുടെ ഒരു പാറ്റേൺ ഉണ്ട്. അത് വിഷ്വലൈസേഷൻ ആണ് എന്നാണ് പറയുന്നത്. അത് വിഷ്വലായിട്ടാണ് അത് കടന്നു വരുന്നത് നമ്മളിലേക്ക്. അപ്പോൾ നമ്മൾ എന്തേലും കുറിച്ച് സംസാരിക്കുമ്പോൾ അതൊരു വിഷ്വലായിട്ട് നമുക്ക് വരും. അങ്ങനെയാണ് നമ്മൾ അത് സമാഹരിച്ച് നമ്മുടെ ചിന്തയിലേക്ക് വെക്കുന്നത് എന്നാണ്. ഇത് പറഞ്ഞിട്ട് ഇത് സ്ഥാപിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ട്, ഇത് സഹോദരങ്ങളെ വളരെ അപകടം പിടിച്ചിട്ടുള്ള ഒരു ചിന്തയാണ് ഇത്. അങ്ങനെയാണ് എങ്കിൽ നമ്മൾ ഏറെക്കുറെ ഇഷ്ടപ്പെടുന്ന മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് കേൾക്കുമ്പോൾ ഏത് വിഷ്വലാണ് നമ്മളുടെ മുമ്പിലേക്ക് വരുന്നത്? നമ്മൾ നമ്മളെക്കാൾ സ്നേഹിക്കുന്ന, എല്ലാറ്റിലും ഉപരി നമ്മൾ സ്നേഹിക്കുന്ന നമ്മുടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒന്ന് ആലോചിച്ച് നോക്കി, എല്ലാ സുന്നത്തും മുസ്ലിമീങ്ങൾ മുഴുവൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് പറഞ്ഞുകൊണ്ട് അവിടുത്തെ സുന്നത്ത് അനുധാവനം ചെയ്യാണ്. നമ്മളെ വസ്ത്രം ധരിക്കുമ്പോൾ, നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ, എന്തിനേറെ നമ്മളുടെ ഭാര്യമാരുമായിട്ടുള്ള സല്ലാപത്തിൽ വരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് നോക്കുന്ന ഒരു സംഗതി ഏത് മനുഷ്യന് അവകാശപ്പെടാനുണ്ട് ഈ ദുനിയാവിൽ? ഒന്ന് ആലോചിച്ച് നോക്കിയേ, എന്ത് രൂപം കൊടുത്തിട്ടാ മുഹമ്മദ് നബി എന്ന് പറയുമ്പോൾ നമ്മളെ മനസ്സിലേക്ക് വരുന്നത്? ഒരു രൂപവുമില്ല. അപ്പൊ അതൊരു തട്ടിപ്പാണ്. ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ മനസ്സിൽ വെച്ച് നടക്കുന്ന മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രൂപമില്ല. അള്ളാഹുവിനെ കുറിച്ച് സംസാരിക്കാൻ പേടിയുണ്ട്, അതിലേക്ക് കടക്കുന്നില്ല. ഇനി ഒരു കൈഫിയത്തിലേക്കും രൂപത്തിലേക്കൊക്കെ ഉള്ള ചർച്ച പോകുന്നത് തന്നെ ശരിയല്ല. നമ്മളൊക്കെ അള്ളാഹുവിൽ വിശ്വസിക്കുന്ന ആളുകൾ. ഇവർ പറയുന്ന രൂപത്തിലുള്ള ഒരു സംഗതി പ്രൂവ് ചെയ്യാൻ സാധിക്കും അവർക്ക്? അപ്പൊ ഇത് പറഞ്ഞ് അടിച്ചേൽപ്പിക്കുന്ന ഒരു സംഗതിയാണ്. പക്ഷേ ഇത് പൈശാചികമായിട്ടുള്ള ഒരു തട്ടിപ്പ് ഇതിന്റെ പുറകിലുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അഡ്വക്കേറ്റ് മൊയിനുദ്ദീൻ എന്ന് പറയുന്നത് നമ്മളുടെ കൂടെ ഉണ്ടായിരുന്ന തൗഹീദ് അനുസരിച്ച് ജീവിച്ച മുവഹിദായിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു. പക്ഷെ എന്താ ഇന്ന് അദ്ദേഹം ചെയ്യുന്നത്? ഇന്ന് ഇതേ രൂപത്തിൽ, ഇന്നലെ ഞാൻ അദ്ദേഹത്തിന്റെ ഒരു പ്രോഗ്രാം യൂട്യൂബിൽ കാണുകയുണ്ടായി. ഗൾഫിൽ വന്നിട്ട് UAE വന്നുകൊണ്ട് ഒരു പ്രോഗ്രാം അവതരിപ്പിക്കുക, ഒരു വ്യക്തിയെ ഈ വിഷ്വലൈസേഷന്റെ പേര് പറഞ്ഞുകൊണ്ട് അദ്ദേഹം കൊണ്ടുവന്നിട്ട് പറയുകയാണ്, എന്ത്, നിങ്ങൾ ഈ വിഷയമൊക്കെ ചോദിച്ചിട്ട് പറയാം, ഒരു വ്യക്തിയെ സ്റ്റേജിലേക്ക് വിളിക്കാം, എന്നിട്ട് ആ വ്യക്തിയെ സ്റ്റേജിലേക്ക് വിളിച്ചുകൊണ്ട് അദ്ദേഹം പറയാണ്, നിങ്ങൾ നേരെ നിന്നുകൊണ്ട് നിങ്ങളുടെ കൈ നിങ്ങളുടെ പുറകിലേക്ക് ഏറ്റവും പരമാവധി നിങ്ങൾ ഇങ്ങനെ ആക്കണമെന്ന്, പരമാവധി ആക്കണം, പക്ഷെ ശരീരം തിരിക്കാൻ പാടില്ല എന്ന്. എന്നിട്ട് അദ്ദേഹത്തെ അങ്ങനെ കൈ കൊടുന്നിട്ട് അങ്ങനെ നിർത്തി. അപ്പൊ അദ്ദേഹം അവിടെ ഒരു പൊസിഷൻ മാർക്ക് ചെയ്തു, ഇതുവരെയാണ് കൈ എത്തിയത്, അതിന്റെ അപ്പുറം അദ്ദേഹത്തിന് ആക്കാൻ സാധിക്കില്ല. അങ്ങനെ അത് കൊടുന്ന് നിർത്തിയതിന് ശേഷം പിന്നെ അദ്ദേഹം പറയുന്നുണ്ട്, ഇനി നിങ്ങൾ എന്ത് ചെയ്യണം? എൻ്റെ ഈ കൈരേഖയിലേക്ക് നിങ്ങൾ നോക്കണം, എൻ്റെ ഈ കൈരേഖയിലേക്ക് മാത്രം നിങ്ങൾ നോക്കണം, വേറെ ഒന്നും നിങ്ങൾ, അദ്ദേഹത്തെ ഹിപ്നോട്ടിസം ചെയ്യാണ്. എന്നിട്ട് ഞാൻ പറയുന്നത് മാത്രം നിങ്ങൾ ശ്രദ്ധിക്കണം. അങ്ങനെ 2-3 പ്രാവശ്യം പറയുമ്പോഴേക്കും ആള് ഇതായി, കാരണം അതിന് വഴങ്ങിക്കൊടുത്തു. പിന്നെ അവിടെ പ്രവർത്തിക്കുന്നത് സഹോദരങ്ങളെ, ഈ ഒരു ശാഖ അത് വിജയിപ്പിക്കാൻ വേണ്ടി പണിയെടുക്കുന്ന പിശാചാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്നിട്ട് എന്താ സംഭവിക്കുന്നത്? അദ്ദേഹത്തോട് പറയാണ്, ഇനി നിങ്ങളുടെ കൈ പുറകോട്ട് വെക്കാൻ. നേരത്തെ കൈ പോയതിനേക്കാളും ദൂരത്തിലേക്ക് അദ്ദേഹത്തിന്റെ കൈ സഞ്ചരിച്ച്, അത് കഴിഞ്ഞ് പിന്നെ വീണ്ടും തിരിച്ചു വരാൻ പറഞ്ഞു. ആ തിരിച്ചു വരാൻ പറഞ്ഞിട്ട് അദ്ദേഹം അവിടെയുള്ള ജനങ്ങളൊക്കെ കൈയടിച്ചു. എന്നിട്ട് അദ്ദേഹം പറയാണ്, കണ്ട, നിങ്ങൾക്കൊക്കെ അതിനുള്ള കഴിവുണ്ട്, നിങ്ങളുടെ ഉപബോധ മനസ്സിൽ ആ കഴിവ് ഒളിച്ചിരിക്കുന്നുണ്ട്, ആ കഴിവ് നമ്മൾ പുറത്തെടുക്കാൻ സാധിക്കും, അതൊക്കെ NLPയിലൂടെ സാധിക്കും എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. എന്നിട്ട് ആ വ്യക്തിയോട് പറയാം, ഇതൊന്നും നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവൂല അല്ലേ? ഈ കൈ ഇങ്ങനെ ആക്കിയിട്ടുള്ള ആൾ ഇതൊന്നും അറിഞ്ഞിട്ടില്ല. അപ്പൊ അത് അദ്ദേഹത്തോട് പറയാണ് ചെയ്യുന്നത്, ഇതൊക്കെ
പൈസ കൊടുത്തുകൊണ്ട് ഫീസ് വെച്ചുകൊണ്ട് നടക്കുന്ന പരിപാടികളാണെന്ന് ആലോചിക്കണം. അതായത് പേഴ്സണാലിറ്റി ഡെവലപ്മെന്റിന്റെ പേര് പറഞ്ഞുകൊണ്ട് മനുഷ്യനിലുള്ള നെഗറ്റീവ് എനർജി കളഞ്ഞ് പോസിറ്റീവ് എനർജി ബിൽഡ് ചെയ്യുക എന്നുള്ളത്, സഹോദരങ്ങളെ, ഈ ഒരു പദം കേൾക്കുമ്പോൾ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇത് എവിടേക്കാ കൊണ്ടുപോകണേന്ന്. പല ആളുകളുടെയും വായിൽ നിന്ന് വരുന്ന ഒരു സംഗതിയാണ് പോസിറ്റീവ് എനർജി, നെഗറ്റീവ് എനർജി എന്നൊക്കെയുള്ള ചില സംസാരങ്ങൾ. ഈ പോസിറ്റീവ് എനർജി, നെഗറ്റീവ് എനർജി എന്ന് പറയുന്ന ഈ ഒരു പ്രിൻസിപ്പിൾ ശരിക്കും കൊണ്ടുവരുന്നതും ഇത്തരം മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളതാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. ഇത് പറയുന്ന ആളുകൾ എവിടേക്കാണ് ഇത്തരം ചർച്ചകൾ കൊണ്ടുപോകുന്നത് എന്ന് മനസ്സിലാക്കിയിട്ട് അവിടെ നിർത്തേണ്ട സ്ഥലത്ത് നിർത്താൻ നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അല്ലെങ്കിൽ ഇത്തരം അപകടകരമായിട്ടുള്ള മേഖലയിലേക്ക് നമ്മൾ കൊണ്ടുപോയിട്ട് ചാടും. കാരണം ഇവരുടെ NLP എന്ന് പറയുന്നത് അതിൻ്റെ ഒരു അപ്രോച്ച് ആയിക്കൊണ്ട് ഇവർ പറയുന്ന കാര്യങ്ങൾ ഒന്ന് കമ്മ്യൂണിക്കേഷൻ, നമ്മുടെ സ്കില്ല്, നമ്മുടെ പോസിറ്റീവായിട്ട് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമ്മളുടെ പേഴ്സണൽ ഡെവലപ്മെന്റ് ആണ് അവർ ഒബ്ജക്റ്റീവായിട്ട് സെറ്റ് ചെയ്തിട്ടുള്ള വേറൊരു സംഗതി. അതുപോലെ തന്നെ സൈക്കോ തെറാപ്പി, ഇത് മൂന്നും കൂട്ടി ചേർത്തുകൊണ്ട് ഒരു NLP എന്ന് പറയുന്ന ഒരു പഠനശാഖ ഡെവലപ്പ് ചെയ്തെടുത്തത് ശാസ്ത്ര ലോകത്തിന്റെ യാതൊരു അടിത്തറയുമില്ലാതെ, ഈ സൈക്കോളജിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ന് സയൻസിലുള്ള ശാഖകളുമായിട്ട് ഒരു ബന്ധവുമില്ലാതെ അതിനെ മിസ്യൂസ് ചെയ്തുകൊണ്ട് ആളുകളെ വഴിതെറ്റിക്കുന്ന ഒരു ഏർപ്പാടാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇതേ സംഗതിയാണ് ഇപ്പം അടുത്ത് ഈ അഡ്വക്കേറ്റ് മൊയ്നുദ്ദീൻ്റെ NLP പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട ഒരു ക്ലിപ്പ് പുറത്ത് വന്നിരുന്നു. ഒരു 5-6 മിനിറ്റ് വരും ആ ക്ലിപ്പ്. അതിൽ ഒരുപാട് മുസ്ലിമീങ്ങളായിട്ടുള്ള ആളുകൾ അതിൻ്റെ മുമ്പിലിരിക്കുകയാണ്. ഇദ്ദേഹം സ്റ്റേജിന്മേൽ നിന്ന് മാസ് ഹിപ്നോട്ടിസം ചെയ്യാണ് അവരോട് പറഞ്ഞിട്ട്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ, എന്നിട്ട് അവരുടെ കുട്ടിക്കാലത്തെ കൊണ്ടുപോകുക. ടൈം ലൈൻ തെറാപ്പി എന്നാണ് പേര്. കേൾക്കുമ്പോൾ തോന്നും ഇത് എന്തെങ്കിലും ഒരു ശാസ്ത്രീയമായിട്ടുള്ള സംഗതിയാണ്. ഈ ടൈം ലൈൻ തെറാപ്പി എന്ന് ഒരു പേരിടുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങളുടെ നാട്ടിൽ ഈ പറഞ്ഞ മജീഷ്യൻ സുരേഷ് ഇത് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഒക്കെ പിന്നിൽ പ്രവർത്തിക്കുന്നത് എന്ത് തെറാപ്പിയാണെങ്കിലും ഇതൊക്കെ ഒരു സാത്താനിക് തെറാപ്പിയാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഭയങ്കര അപകടം പിടിച്ചിട്ടുള്ള ഒരു മേഖലയാണ്. ഇവിടെ ഈ ചെങ്ങായി ഇത് ചെയ്യുമ്പോൾ ഇതിന്റെ ഫ്രണ്ടിലുള്ള ഇരിക്കുന്ന ചെറുപ്പക്കാരും യുവതികളുമായിട്ടുള്ള ആളുകൾ, അതായത് പർദ്ദ ധരിച്ചിട്ടുള്ള യുവതികളുണ്ട്, ഇവരൊക്കെ അവരെ കുട്ടിക്കാലത്തേക്ക് ഇങ്ങനെ പോകുമ്പോൾ അവര് അവിടെ ഇരുന്ന് പല ചേഷ്ടകളും കാണിക്കുകയാണ്. അവരിങ്ങനെ ചിരിക്കുക, ഒരുപാട് ശരീരം ഇങ്ങനെ ആക്കുക, ഒരുപാട് എന്തൊക്കെയോ കാട്ടിക്കൊണ്ട്. ഇത് പുറത്ത് നിന്നിട്ട് ഏതോ 2 സുഹൃത്തുക്കൾ പരസ്പരം വർത്താനം പറഞ്ഞിട്ട് ഒരു ഗ്ലാസിന്റെ ഉള്ളിൽ കൂടെ ഇത് റെക്കോർഡ് ചെയ്യാണ്. അവരെന്നെ ചിരിക്കുന്നുണ്ട്. എന്താ ചങ്ങായി കാണിക്കണത്, എന്താ ഇയാൾ കാണിക്കണത് എന്നൊക്കെ പറഞ്ഞിട്ട് എടുക്കണത്. ഇവരിരുന്നിട്ട് ഇങ്ങനെ ചിരിക്കുകയും വിളിക്കുകയും ഒരു തരം ആഭാസങ്ങളൊക്കെയാണ് ഇവർ കാണിക്കുന്നത്, പെണ്ണുങ്ങളും ആണുങ്ങളും ഒക്കെ. എന്നിട്ട് ഇയാൾ സ്റ്റേജിൽ നിന്നുകൊണ്ട് ഈ വ്യക്തി പറയാണ്, എന്ത്, നിങ്ങൾ നിങ്ങളുടെ മനസ്സിന് സുഖമനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്, നിങ്ങളുടെ മനസ്സ് ശാന്തമായിക്കൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. സഹോദരങ്ങളെ, ഇത് തന്നെയാണ് പച്ചയായിട്ട് പെന്തക്കോസ്തേരുടെ അനുഭവ സാക്ഷ്യത്തിലും കാണാൻ സാധിക്കുക. പെന്തക്കോസ്തേർ കാണിക്കുന്ന അനുഭവ സാക്ഷ്യത്തിലും ഇതേ തുള്ളലും ഇതേ മൂളലും നമുക്ക് കാണാൻ കഴിയും. ഒക്കേറ്റിൻ്റെയും കേന്ദ്രം ഇതാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഈ വിഷയങ്ങൾ ഏത് ശാസ്ത്രത്തിൻ്റെ അടിത്തറ പറഞ്ഞുകൊണ്ട് നമ്മളുടെ മുമ്പിലേക്ക് കടന്നു വന്നാലും സഹോദരങ്ങളെ, പരിശുദ്ധ ഖുർആനും ഹദീസുകളും നമുക്ക് വരച്ചു കാണിക്കുന്ന മേഖലയിൽ നിൽക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതല്ലെങ്കിൽ അത്തരം കുഫറിൻ്റെ മേഖലയിലേക്ക് പോയിട്ട് അകപ്പെടും. അമാനി മൗലവി റഹിമഹുല്ല എന്താണ് ഹിപ്നോട്ടിസം, എന്താണ് ഗൈബ് എന്നുള്ളത് വിശദീകരിക്കുമ്പോൾ, സിഹിറിനെ കുറിച്ച് വിശദീകരിക്കുമ്പോൾ അവിടെ പറയുന്നുണ്ട്, എന്താ, കാര്യകാരണ ബന്ധങ്ങൾക്ക് അപ്പുറമായി കൊണ്ട് കാരണം കണ്ടെത്താൻ കഴിയാത്ത എല്ലാ വകുപ്പുകളെയും സിഹിറിന്റെ ഇനത്തിലാണ് ഉൾപ്പെടുത്താൻ പറ്റുകയാണ്. ഇത് കാര്യകാരണം ബന്ധപ്പെടുത്തിക്കൊണ്ട് പറയാൻ പറ്റുന്ന ഒരു സംഗതിയല്ല മെന്റലിസം എന്ന് പറയുന്ന, NLP എന്ന് പറയുന്ന, ഹിപ്നോട്ടിസം എന്ന് പറയുന്ന ഈ ഒരു മേഖല. മറിച്ച് കേവലം അനുമാനങ്ങളിലൂടെയും അനുഭവ സാക്ഷ്യങ്ങളിലൂടെയും ക്രൈസ്തവരുടെ മേഖലയിലൊക്കെ നടക്കുന്നത് പോലെയുള്ള അനുഭവ സാക്ഷ്യങ്ങളിലൂടെയും നിലനിൽക്കുന്ന ഒരു സംഗതിയാണ്. ദീനിന്റെ വിഷയത്തിൽ ഇത്തരം അനുഭവ സാക്ഷ്യങ്ങൾ ഒരിക്കലും തന്നെ നമുക്ക് എന്തല്ല, പ്രമാണമല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അങ്ങനെയുള്ള ആളുകളാണ് മരിച്ചുപോയ ആളുകളെ ജീവിപ്പിക്കുന്ന ദജ്ജാലിന്റെ മുമ്പിൽ നീ ദൈവമാണ് എന്നുള്ളത് ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നു എന്ന് പറയുന്ന ഗതികേടിലേക്ക് നഊദു ബില്ലാഹ് എത്തുക എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല കാക്കുമാറാകട്ടെ. നമ്മളിൽ നിന്നും വന്നുപോയ തെറ്റുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ.